Mechanics of solids, bending stress in beams. അപ്പം ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻലി ബെൻഡിങ് ഫോർമുലയെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഫ്ലെക്ചറൽ ഫോർമുല. ബെൻഡിങ് ഫോർമുല ഓർ ഫ്ലെക്ചറൽ ഫോർമുല. ഫ്ലെക്ചറൽ ഫോർമുല വന്നിട്ട് M/I = σ/y = E/R. ഓക്കെ, അപ്പം ഇതിലെ ഓരോ ടേംസും എന്തൊക്കെയാണെന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഡെറിവേഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു പോർഷനിൽ മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരു ബീമിൻ്റെ ഇമേജ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ബീമിനെ 2 പോയിന്റിലായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്യുന്ന സ്ട്രക്ചറൽ മെമ്പേഴ്സിനെയാണ് നമ്മൾ ബീം എന്ന് മെൻഷൻ ചെയ്യുന്നത്. അതിനുശേഷം ബീമിൻ്റെ അകത്ത് നമ്മൾ ബെൻഡിങ് ലോഡ് അപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, ബെൻഡിങ് ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് എന്തൊക്കെ തരത്തിലുള്ള സ്ട്രെസ്സുകളാണ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്, സ്ട്രെസ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ബീമിൻ്റെ ടൈപ്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് ബീംസ് മെയിൻലി വരുന്നത് കാൻഡിലിവർ ബീമുണ്ട്. കാൻഡിലിവർ ബീം ആകുമ്പോഴത്തേക്കും ഒരെൻഡ് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ട് സെക്കൻഡ് എൻഡ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് നിർത്തും. എന്നിട്ട് ഈ അലോങ് ദി ലെങ്ത് നമുക്ക് എവിടെ വേണമെങ്കിലും ലോഡ് അപ്ലൈ ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. ഓക്കെ, അപ്പം ബീം എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ആണ്. ആ ഹൊറിസോണ്ടൽ മെമ്പേഴ്സിനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫസ്റ്റ് വൺ കാൻഡിലിവർ ബീം വിച്ച് ഈസ് ഫിക്സഡ് അറ്റ് വൺ എൻഡ് ആൻഡ് ഫ്രീ അറ്റ് ദി അതർ എൻഡ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സിംപ്ലി സപ്പോർട്ടഡ് ബീം. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആകുമ്പോഴത്തേക്കും 2 എൻഡും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസിലാണ് നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൗണ്ട് ഡയഗ്രം വരയ്ക്കുമ്പോഴത്തേക്കും സപ്പോർട്ട് റിയാക്ഷൻസ് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ കേസിൽ കാൽക്കുലേറ്റ് ചെയ്യണം. കാൻഡിലിവർ ബീമിൻ്റെ കേസിലാണെങ്കിൽ സപ്പോർട്ട് റിയാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യം ഇല്ലായിരുന്നു. തേർഡ് വൺ എന്ന് പറയുന്നത് ഓവർ ഹാങ്ങിങ് ബീംസ്. ഓവർ ഹാങ്ങിങ് ബീംസ് ആകുമ്പോഴത്തേക്കും സപ്പോർട്ട്സ് കഴിഞ്ഞിട്ട് ഇവിടെ ലെഫ്റ്റ് എൻഡിൽ ഒരു സപ്പോർട്ടുണ്ട്, റൈറ്റ് എൻഡിൽ ഒരു സപ്പോർട്ടുണ്ട്. സപ്പോർട്ട് കഴിഞ്ഞിട്ട് ഇവിടെ റൈറ്റ് എൻഡിൽ നോക്കുകയാണെങ്കിൽ സപ്പോർട്ട് കഴിഞ്ഞിട്ടും കുറച്ച് പോർഷൻ ഓവർ ഹാങ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെയുള്ള ബീംസിനെയാണ് ഓവർ ഹാങ്ങിങ് ബീംസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ഓവർ ഹാങ്ങിങ് പോർഷനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ബീംസ്. ഓക്കെ, അപ്പം 2ൽ കൂടുതൽ സപ്പോർട്ടുകൾ ഒരു ബീമിന് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ബീം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു സ്കെച്ചിലാണെങ്കിൽ മൊത്തം 4 സപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 1, 2, 3 ആൻഡ് 4 കണ്ടിന്യൂസ് ബീം. ഓക്കെ, ഇത് വന്നിട്ട് ഫിക്സഡ് ബീം, 2 എൻഡും ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇത് കാൻഡിലിവർ സിംപ്ലി സപ്പോർട്ടഡ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു ബീമാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പോർഷനിൽ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ പോർഷനിൽ ഇവിടെ ഈ സപ്പോർട്ട്സിന് പുറമെ അറിയേണ്ടത് ബീമിൻ്റെ ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ബീമിൻ്റെ ക്രോസ് സെക്ഷൻസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ബീമിന് ഒരു പർട്ടിക്കുലർ ലെങ്ത് കാണും, പിന്നെ അതിൻ്റെ ഒരു ക്രോസ് സെക്ഷനും വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഷേപ്പിനനുസരിച്ചാണ് ക്രോസ് സെക്ഷൻ്റെ നെയിം വരുന്നത്. ഓക്കെ, അപ്പം റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനിലുള്ള ബീംസ് വരാം. ഓക്കെ, ടി ഷേപ്പിലുള്ള ക്രോസ് സെക്ഷൻ വരാം, അതിനെ ടി സെക്ഷൻസ് എന്ന് വിളിക്കും. ഐ സെക്ഷൻസ് ഉണ്ട്, ഐ ഷേപ്പിലുള്ള ഐ സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിവിടുത്തെ ക്രോസ് സെക്ഷൻ അതിൻ്റെ ആക്ച്വൽ ബീമിൻ്റെ ഒരു ഇമേജാണ്. ഐ സെക്ഷൻ, ഐ ക്രോസ് സെക്ഷൻ വരുന്ന ഒരു ബീമാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ടി സെക്ഷനിലുള്ള ഒരു ബീമാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിന് പുറമെ ചാനൽ സെക്ഷൻസ് വരാം. ചാനൽ സെക്ഷൻസ് ആകുമ്പോഴത്തേക്കും ഉള്ളിൽ ഹോളോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മെയിൻലി റെക്റ്റാങ്കുലർ പിന്നെ ടി സെക്ഷൻസ് ഐ സെക്ഷൻസ് ആണ് ബീമിൻ്റെ കേസുകളിൽ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഓരോ സെക്ഷൻസിൻ്റെയും മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ഓക്കെ, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ കാൽക്കുലേഷൻ നമ്മൾ അറിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പം റെക്റ്റാങ്കുലർ സെക്ഷനിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന 2 സെൻട്രോയിഡൽ ആക്സിസുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സെൻട്രോയിഡൽ ആക്സിസുകൾക്ക് അബൌട്ട് നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേഷൻ ഇവിടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് 2 തരം ബീംസാണ് നമുക്ക് മെയിൻലി എക്സാംസിന് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീം ആകുമ്പോൾ ലെഫ്റ്റ് എൻഡും റൈറ്റ് എൻഡും സപ്പോർട്ട് ചെയ്തു. ലോഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ബീം നേരെ ഇതുപോലെ ബെൻഡ് ആവും. ഓക്കെ, ലോഡിങ്ങിന് മുമ്പ് ഇതൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പോർഷനായിരുന്നു. ലോഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ബെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ബെൻഡിങ്ങിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലത്തെ പോർഷനിൽ കംപ്രസീവ് സ്ട്രെസ് അല്ലെങ്കിൽ കംപ്രഷൻ എഫക്റ്റും താഴത്തെ സെക്ഷനിൽ വന്നിട്ട് ടെൻസൈൽ എഫക്റ്റുമാണ്. ഓക്കെ, അപ്പം ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി, ഇതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു മാർക്കിങ്ങോ അല്ലെങ്കിൽ ഒരു ഇൻസുലേഷൻ ടേപ്പിൻ്റെ ഒരു ടേപ്പ് വെച്ച് നമ്മൾ പേസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പം മുകൾ ഭാഗത്തും താഴത്തെ സർഫസിലും താഴത്തെ ലെയറിലും നമ്മൾ ഒരേ ലെങ്ത്തിലുള്ള ടേപ്പ് പേസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ ടേപ്പ് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ ലോഡ് ചെയ്യുകയാണെങ്കിൽ മുകളിൽ സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന ടേപ്പ് ഒന്ന് കംപ്രസ് ആവുന്നതായിട്ടും താഴെ പേസ്റ്റ് ചെയ്യുന്ന ടേപ്പ് എന്ന് പറയുന്നത് എലോങ്ങേറ്റ് ആവുന്നതായിട്ടും നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും.
ഓക്കെ, അപ്പം ഈ തരത്തിലാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീംസിൽ വരുന്നത്. സിംപ്ലി സപ്പോർട്ടഡ് ബീമിലാകുമ്പോൾ മുകളിൽ കംപ്രഷനും താഴത്തെ ഫൈബേഴ്സിൽ വന്നിട്ട് ടെൻഷൻ. ഇനി കാൻറ്റിലിവർ ബീം ആകുമ്പോഴത്തേക്കും ലെഫ്റ്റ് എൻഡ് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ട് ഫ്രീ എൻഡിലാണ് നമ്മൾ, അല്ലെങ്കിൽ വൺ എൻഡ് ഫിക്സ് ചെയ്തതിന് ശേഷം സെക്കൻഡ് എൻഡിലാണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആകുമ്പോഴത്തേക്കും മുകളിലത്തെ ഫൈബറിൽ വന്നിട്ട് ടെൻഷനും താഴത്തെ ഫൈബേഴ്സിൽ വന്നിട്ട് കംപ്രഷനും. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ടേപ്പ്, ഓക്കെ, ഒരു സ്റ്റിക്കി ടേപ്പ് പേസ്റ്റ് ചെയ്യുക, അതേ ലെങ്ത്തിലുള്ള തന്നെ ഒരു സ്റ്റിക്കി ടേപ്പ് താഴെയും പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ പേസ്റ്റ് ചെയ്ത് വച്ചതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ, ലോഡ് ചെയ്യാനായിട്ട്. ലോഡ് ചെയ്തിട്ട് നമ്മൾ ആ ടേപ്പിൻ്റെ ലെങ്ത് ഒന്ന് മെഷർ ചെയ്യുകയാണെങ്കിൽ മുകളിലത്തെ ടേപ്പിന് ഇവിടെ ലെങ്ത് കൂടിയതായിട്ടും താഴത്തെ ടേപ്പിൻ്റെ ലെങ്ത് കുറഞ്ഞതായിട്ടും ആയിരിക്കും ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സിംപ്ലി സപ്പോർട്ടഡ് ബീംസിൽ ടോപ്പ് ഫൈബേഴ്സിൽ കംപ്രഷനും ബോട്ടം ഫൈബേഴ്സിൽ അല്ലെങ്കിൽ ബോട്ടം ലെയറിൽ വന്നിട്ട് ടെൻഷനും. ഓക്കെ, ഇനി കാൻറ്റിലിവർ ബീംസിൻ്റെ കേസിലാകുമ്പോഴത്തേക്കും ടോപ്പ് ലെയേഴ്സിൽ വന്നിട്ട് ടെൻഷനും താഴത്തെ ബോട്ടം ലെയേഴ്സിൽ വന്നിട്ട് കംപ്രഷനും ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷൻസിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേഷൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ, പിന്നെ ഒരു ഹോളോ റെക്റ്റാങ്കുലർ സെക്ഷൻ, പിന്നെ ഒരു സർക്കുലർ ക്രോസ് സെക്ഷനാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും ബീമിൻ്റെ ക്രോസ് സെക്ഷൻസ് ആയിട്ടാണ് ഇവിടെ കണ്ടീഷൻ എടുത്തിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് കേസിൽ നോക്കുകയാണെങ്കിൽ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ബിയും ഡെപ്ത് എന്ന് പറയുന്നത് ഡിയുമായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഐ എക്സ് എക്സ് അല്ലെങ്കിൽ എക്സ് ആക്സിസ് എടുക്കുമ്പോഴത്തേക്കും ഐ എക്സ് എക്സ് ഈക്വൽ ടു ബി ഡി ക്യൂബ് ബൈ 12. ഓക്കെ, ഈ ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്തോളണം. ഓക്കെ, ബി എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസിന് പാരലായിട്ടുള്ള ക്രോസ് സെക്ഷൻ്റെ ഡയമെൻഷനാണ് ബി എന്ന് പറയുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസ്, ഓക്കെ, ഇപ്പോൾ എക്സ് ഡയറക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് പാരലായിട്ടുള്ളത് ബിയും എക്സ് ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതാണ് ഡി ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഐ എക്സ് എക്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ബി ഡി ക്യൂബ് ബൈ 12. നേരെ മറിച്ച് വൈ വൈ ആക്സിസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വൈ വൈ ആക്സിസിന് പാരലായിട്ട് നിൽക്കുന്നതാണ് ആദ്യം എഴുതേണ്ടത്. ഓക്കെ, അപ്പം ഐ വൈ വൈ എടുക്കുമ്പോഴത്തേക്കും തിരിച്ചു വരും ഡി ബി ക്യൂബ് ബൈ 12. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂസ് അറിഞ്ഞിരിക്കുന്ന മെയിനായിട്ട് അറിയേണ്ടത് റെക്റ്റാങ്കുലർ സെക്ഷൻ്റെയാണ്. ഓക്കെ, റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂവിൻ്റെ ഫോർമുല ബൈ ഹാർട്ട് ചെയ്തോളണം. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹോളോ റെക്റ്റാങ്കുലർ സെക്ഷൻ. ഹോളോ റെക്റ്റാങ്കുലർ സെക്ഷൻ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഔട്ടർ റെക്റ്റാങ്കിളും ഉണ്ട്, പിന്നെ ഒരു ഇന്നർ റെക്റ്റാങ്കിളും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ എഫക്റ്റീവായിട്ട് മെറ്റീരിയൽ ഫില്ല് ചെയ്തിരിക്കുന്ന ഈ ഒരു ക്രോസ് സെക്ഷൻ്റെ പോർഷനിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വേണമെന്നുണ്ടെങ്കിൽ ഔട്ടർ ക്രോസ് സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയിൽ നിന്ന് ആ ഇന്നർ പോർഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ റിമൈനിങ് പോർഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പം ഐ എക്സ് എക്സ് കിട്ടാൻ വേണ്ടി ബി ഡി ക്യൂബ് ബൈ 12, ബി ഡി ക്യൂബ് ബൈ 12 എന്ന് പറയുന്നത് ബിഗർ റെക്റ്റാങ്കിളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് എക്സ് ആക്സിസ്, അതിൽ നിന്ന് സ്മോളർ റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ, ഓക്കെ, സ്മോളർ റെക്റ്റാങ്കുലർ ആ ഹോൾ സെക്ഷൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂ സബ്ട്രാക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം ബി ഡി ക്യൂബ് ബൈ 12 മൈനസ് ബി വൺ ഡി വൺ ക്യൂബ് ബൈ 12. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഐ എക്സ് എക്സ് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഐ വൈ വൈയും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ വൈ വൈ ആക്സിസ് മാർക്ക് ചെയ്യുക. ഓക്കെ, സെൻട്രോയിഡിലൂടെ വൈ വൈ ആക്സിസ് മാർക്ക് ചെയ്യുക. അതിനുശേഷം വേണം ഡി ബി ക്യൂബ് ബൈ 12 മൈനസ് ഡി വൺ ബി വൺ ക്യൂബ് ബൈ 12. ഓക്കെ, തേർഡ് വൺ എന്ന് പറയുന്നത് സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ, ഓക്കെ, ബീമിൻ്റെ ക്രോസ് സെക്ഷൻ റെയറായിട്ട് മാത്രമേ സർക്കിൾ വരാറുള്ളൂ. മോസ്റ്റ് കോമൺ കേസുകളിൽ റെക്റ്റാങ്കിൾ, ടി, ഐ സെക്ഷൻസ് ഒക്കെയാണ് നമുക്ക് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ഇവിടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എക്സ് എക്സ് ആക്സിസ് എടുത്താലും വൈ വൈ ആക്സിസ് എടുത്താലും പൈ ഡി റൈസ് ടു 4/64 തന്നെയാണ്. ഓക്കെ, വേർ ഡി ഈസ് ദി ഡയമീറ്റർ. ഈ കേസിലാകുമ്പോൾ ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ. അപ്പം ഈ ഫിഗേഴ്സും ഈ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ വാല്യൂസും അറിഞ്ഞിരിക്കുന്ന നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇത് യൂസ്ഫുള്ളായിട്ട് വരും. ഓക്കെ, ഇത് വന്നിട്ട് ഡിഫറെൻറ്റ് സോർട്സ് ഓഫ് ലോഡിംഗ് സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഒരു സ്ട്രക്ചറൽ മെമ്പറിനെ നമുക്ക് ടെൻസൈൽ ലോഡിംഗ് കൊടുക്കാം, കംപ്രസീവ് ലോഡ് അപ്ലൈ ചെയ്യാം, ടോർഷണൽ അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് ലോഡ് അപ്ലൈ ചെയ്യാം, പിന്നെ ഷിയറിംഗ് ലോഡ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ ഈ നടുക്കത്തെ എലമെൻറ്റിലാണ് ഷിയറിംഗ് എലമെൻറ്റ്, ഇതാണ് ഇവിടുത്തെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എലമെൻറ്റ്, അതിനെയാണ് ഷിയർ ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, ശരി. ഇതിന് പുറമെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻഡിങ്. ഓക്കെ, ബെൻഡിങ്ങിൻ്റെ കണ്ടീഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇനിഷ്യലി സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്ന ഒരു റോഡ് അല്ലെങ്കിൽ ബാർ ആയിരുന്നു. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, സ്ട്രക്ചറൽ മെമ്പർ ആയിരുന്നു, ഇതിനെ നമ്മൾ ബെൻഡ് ചെയ്യുകയാണ്, ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ബെൻഡ് ചെയ്ത് എടുക്കുകയാണ്.
ഓക്കെ. അപ്പം മുകളിലത്തെ സർഫസിൽ ഇവിടെ നോക്കുവാണെങ്കിൽ മുകളിലത്തെ ലെയേഴ്സിൽ വന്നിട്ട് ടെൻസൈലും താഴത്തെ ലെയേഴ്സിൽ വന്നിട്ട് കംപ്രഷൻ. ഓക്കെ, ഇത് ഓർക്കാനായിട്ട് എളുപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിലത്തെ സർഫസിലും ഒരു സ്റ്റിക്കി ടേപ്പ് പേസ്റ്റ് ചെയ്യാം, താഴത്തെ സർഫസിൽ ഒരു സ്റ്റിക്കി ടേപ്പ് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ പേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിനെ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ബെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബെൻഡ് ചെയ്യുമ്പോഴത്തേക്കും മുകളിലത്തെ ടേപ്പിൻ്റെ സർഫസ് എന്ന് പറയുന്നത് ഒന്ന് വലിഞ്ഞ് നീളുന്ന പോലെയും താഴത്തെ സർഫസ് എന്ന് പറയുന്നത് ഒന്ന് ചുരുങ്ങി ലെങ്ത് ഒന്ന് റെഡ്യൂസ് ചെയ്യുന്ന പോലെയും തോന്നും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം മുകളിലത്തെ ഫൈബേഴ്സിൽ ടെൻഷനും താഴത്തെ ഫൈബേഴ്സിൽ കംപ്രഷനുമാണെന്നുള്ളത്. ഓക്കെ, ഇത് ഈ പറഞ്ഞ കണ്ടീഷൻ തന്നെയാണ് ഇവിടെ നമ്മൾ രണ്ട് സപ്പോർട്ട്സ് വന്നിട്ട് എയും ബിയും എന്ന് കൊടുക്കുക. ആ എ ബി സപ്പോർട്ട്സിന് മുകളിലായിട്ട് ഞാനൊരു ബീമിനെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ബീമിൻ്റെ ചെറിയൊരു പോർഷൻ പുറത്തേക്ക് ഹാങ് ചെയ്തുകൊണ്ട്, അതുകൊണ്ട് ഇതിന് വേണമെങ്കിൽ ഓവർ ഹാങ്ങിങ് ബീം എന്ന് വേണമെങ്കിലും വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഓവർ ഹാങ്ങിങ് ബീം കൺസിഡർ ചെയ്തു, അല്ലെങ്കിൽ ഇതിനെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയിട്ട് എടുക്കാം. ഓക്കെ, കാരണം ഇവിടുത്തെ ലെങ്ത് വളരെ കുറവാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ബീമിനെ ഓവർ ഹാങ്ങിങ് എന്ന് എടുത്ത് വേണമെങ്കിലും സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് എന്ന് പറഞ്ഞും സോൾവ് ചെയ്യാം. ഓക്കെ, എനിവേ ഈ ബീമിനെ രണ്ട് സപ്പോർട്ട്സിലായിട്ട് സപ്പോർട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ കൃത്യം സെൻട്രലായിട്ട് ഒരു ലോഡ് അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, ലോഡിങ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഒരു ന്യൂട്രൽ ആക്സിസ് ഉണ്ട്. ഓക്കെ, ന്യൂട്രൽ ആക്സിസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് ഈ ക്രോസ് സെക്ഷൻ്റെ സെൻട്രോയിഡുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ലോക്കസ്, സെൻട്രോയിഡുകളുടെ ലോക്കസിനെയാണ് നമ്മളിവിടെ ന്യൂട്രൽ ആക്സിസ് ആയിട്ട് ഇനിഷ്യലി മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ലോഡ് ചെയ്യുമ്പോഴത്തേക്കും താഴത്തെ ഫൈബേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ എലോങ്ങേറ്റ് ആവും. താഴത്തെ സർഫസിൽ എന്താണ്, എലോങ്ങേഷനാണ് നടക്കുന്നത്. മുകളിലത്തെ സർഫസ് എന്ന് പറയുന്നത് കംപ്രഷനിലുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സാധാരണ നമ്മൾ ഒരു ഇൻസുലേഷൻ ടേപ്പ് പോലത്തെ ഒരു ടേപ്പ് എടുത്ത് ഞാൻ താഴത്തെ സർഫസിലും മുകളിലത്തെ സർഫസിലും ഒരേ ലെങ്ത്തിൽ പേസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതായത് മുകളിലത്തെ സർഫസിൽ ഒരു 5 സെൻറ്റിമീറ്റർ, താഴത്തെ സർഫസിൽ ഒരു 5 സെൻറ്റിമീറ്റർ ഇങ്ങനെ പേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ബെൻഡ് ചെയ്യുന്നതെങ്കിൽ മുകളിലത്തെ സർഫസിൽ പേസ്റ്റ് ചെയ്തിരിക്കുന്ന ടേപ്പ് അതിൻ്റെ ലെങ്ത് അതൊന്ന് ചുരുങ്ങുന്നതായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് ചുളുങ്ങുന്നതായിട്ട് ഒബ്സർവ് ചെയ്യാം. താഴത്തെ സർഫസിൽ എന്ന് പറയുന്നത് അവിടുത്തെ ആ ടേപ്പ് എലോങ്ങേറ്റ് ചെയ്യുന്നതായിട്ട് ഒബ്സർവ് ചെയ്യും. ഓക്കെ, അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മുകളിലത്തെ ലെയറിൽ വന്നിട്ട് കംപ്രഷനും താഴത്തെ ലെയറിൽ വന്നിട്ട് ടെൻഷനുമാണ്. ഓക്കെ, അപ്പോൾ മുകളിൽ കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, താഴത്തെ ലെയറിൽ വന്നിട്ട് ടെൻസൈൽ സ്ട്രെസ്സും ആയിരിക്കും. ഓക്കെ, ഇത് വന്നിട്ട് സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ ഈ ഒരു ലോഡിങ് സിറ്റുവേഷനിലുള്ള കണ്ടീഷനാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഇവിടെ ഒരു ഫിഗർ മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് അതിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ബെൻഡിങ് സ്ട്രെസ് നോക്കുവാണെങ്കിൽ ന്യൂട്രൽ ആക്സിസിൽ വന്നിട്ട് ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ വാല്യൂ 0. ഓക്കെ, ന്യൂട്രൽ ആക്സിസിൽ നിന്ന് മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ന്യൂട്രൽ ആക്സിസിൽ നിന്ന് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കംപ്രസീവ് നേച്ചറിലുള്ള സ്ട്രെസ്സാണ്. ഈ ഒരു കണ്ടീഷനിൽ കംപ്രസീവ് നേച്ചറാണ്. അതിൽ ഏറ്റവും മാക്സിമം കംപ്രസീവ് സ്ട്രെസ് വരുന്നത് ഏറ്റവും മുകളിലത്തെ ഫൈബറിലാണ്. ഓക്കെ, ഇനി ന്യൂട്രൽ ആക്സിസിൽ നിന്ന് താഴത്തേക്ക് പോകുമ്പോഴത്തേക്കും താഴോട്ടുള്ള ഓരോ ലെയേഴ്സിലും പോകുന്നതിനനുസരിച്ച് ഏറ്റവും താഴത്തെ ലെയറിലെത്തുമ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ടെൻസൈൽ സ്ട്രെസ്സും കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രം നോക്കുകയാണെങ്കിൽ രണ്ട് സപ്പോർട്ട്സിൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറ്റ് ദി സപ്പോർട്ട്സ് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ്സ് വരുന്നതെന്ന് പറയുന്നത് വേർ ദി ലോഡ് ഈസ് അപ്ലൈഡ്, അല്ലേ, എവിടെയാണ് ലോഡ് അപ്ലൈ ചെയ്തിരിക്കുന്നത്, അപ്പോൾ ആ പോയിന്റിലായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് ക്യാപിറ്റൽ M ഡെവലപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്ട്രെസ്സസ് ഇൻ ബീംസിലേക്ക് ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ബീമിൻ്റെ പോർഷൻ കാണിച്ചിട്ടുണ്ട്. ബീമിന് ഒരു പർട്ടിക്കുലർ ലെങ്ത് ഉണ്ട്. ബീമിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സ്ക്വയർ ക്രോസ് സെക്ഷനാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇത് ബിഫോർ ഡീഫോർമേഷൻ്റെ കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ബീമിനെ നമുക്ക് പല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നിർത്തിയതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ബെൻഡിങ് ലോഡ് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇനിഷ്യലി ഇവിടുത്തെ ഈ സൈഡിൽ അല്ലെങ്കിൽ ലാറ്ററൽ സർഫസുകളിലായിട്ട് ഉള്ള ലൈൻസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈൻസും വെർട്ടിക്കൽ ലൈൻസും രണ്ടും സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ബെൻഡിങ് മൊമെൻറ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലോഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് നേരെ ഇതുപോലെ കർവ്ഡ് ആയിട്ട് വരുവാണ്. ഓക്കെ, കർവ്ഡ് ആയിട്ട് വരുവാണ്. ഓക്കെ, അപ്പം ഇത് ആഫ്റ്റർ ഡീഫോർമേഷൻ്റെ കണ്ടീഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ രീതിയിൽ കർവ് ചെയ്യുമ്പോഴത്തേക്കും പറയുന്നത് എന്താണ്, ടോപ്പ് ഫൈബേഴ്സ് ഇൻ കംപ്രഷൻ ആൻഡ് ബോട്ടം ഇൻ ടെൻഷൻ. മുകളിലത്തെ ഫൈബറുകൾ കംപ്രഷനിലും, ഓക്കെ, അവിടുത്തെ ലെങ്ത് കുറഞ്ഞുകൊണ്ട് അത് കംപ്രഷനിലും, താഴെ എന്താണ് ലെങ്ത് കൂടുന്നതായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യും, അത് ടെൻഷനിലുമാണ്. ഓക്കെ, പിന്നെ ഒരു ന്യൂട്രൽ സർഫസ് വരുന്നുണ്ട്.
ഓക്കെ, അപ്പം ഇതിന് ഈ ടോപ്പ് മോസ്റ്റ് ഫൈബറിനും ബോട്ടം മോസ്റ്റ് ഫൈബറിനും ഇൻ ബിറ്റ്വീനായിട്ട് ഒരു ലെയർ വരും, അല്ലെങ്കിൽ ഒരു സർഫസ് വരും. ആ സർഫസിൽ ലെങ്ത്തിൽ ചേഞ്ച് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ഓക്കെ, അപ്പം മുകളിലത്തെ സർഫസിൻ്റെ ലെങ്ത് കുറയുന്നുണ്ട്, ഏറ്റവും താഴത്തെ സർഫസിൻ്റെ ലെങ്ത് കൂടുന്നുമുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു ഇൻ്റർമീഡിയറ്റ് ലെയറിൽ വന്നിട്ട് ഒരു ന്യൂട്രൽ സർഫസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ആ ന്യൂട്രൽ സർഫസിൽ ഈ പറഞ്ഞ രീതിയിൽ ടെൻഷൻ അല്ലെങ്കിൽ കംപ്രഷൻ എഫക്ട്സ് കാണത്തില്ല. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അൺചേഞ്ച്ഡ് ആയിട്ട് തന്നെ നിൽക്കും. ഓക്കെ, നെക്സ്റ്റ് ന്യൂട്രൽ സർഫസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ന്യൂട്രൽ സർഫസും ഓക്കെ, പിന്നെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ. ട്രാൻസ്വേഴ്സ് സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രോസ് സെക്ഷനെയാണ് ട്രാൻസ്വേഴ്സ് സെക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ന്യൂട്രൽ സർഫസ് ഉണ്ടെങ്കിൽ ആ ന്യൂട്രൽ സർഫസും ഈ ട്രാൻസ്വേഴ്സ് സെക്ഷനും കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു ആക്സിസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ന്യൂട്രൽ ആക്സിസ് എന്ന് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബെൻഡിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആൾ ക്രോസ് സെക്ഷൻസ് റിമെയിൻ പ്ലെയിൻ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ്. ഓക്കെ, എല്ലാ ക്രോസ് സെക്ഷൻസും ഇവിടുത്തെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് എന്ന് പറയുന്നത് എലോങ് ദി ലെങ്ത് ആക്സിസ് ആണ് അല്ലേ. ഈ ഡയറക്ഷനിൽ ഞാൻ ഈ പോയിന്റർ മൂവ് ചെയ്യുന്ന ഈ ഡയറക്ഷനിലുള്ള ഇതിൻ്റെ സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്നതാണ് ഇവിടുത്തെ ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇവിടുത്തെ ക്രോസ് സെക്ഷൻ നിൽക്കുന്നത്. ഓക്കെ, ബെൻഡിങ് കഴിഞ്ഞാലും ഈ ആക്സിസ് കർവ്ഡ് ആവും. ഓക്കെ, ആക്സിസ് ഒന്ന് കർവായിട്ട് മാറും, എങ്കിൽ ആ കർവിൻ്റെ പോർഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആ സമയത്തും ഇവിടുത്തെ ഓരോ ക്രോസ് സെക്ഷൻ. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ ന്യൂട്രൽ സർഫസ് ആണ്. ഓക്കെ, ഇപ്പം ന്യൂട്രൽ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഈ ന്യൂട്രൽ സർഫസിൻ്റെ അകത്ത് ഈ ബെൻഡിങ് എഫക്റ്റ് കാണത്തില്ല. ഓക്കെ, അല്ലെങ്കിൽ ഈ ബെൻഡിങ് നടന്നിട്ടുണ്ടെങ്കിലും ന്യൂട്രൽ സർഫസിൻ്റെ ലെങ്ത്തിന് ചേഞ്ചസ് ഒന്നും വരത്തില്ല. ഓക്കെ, അങ്ങനെയുള്ള ന്യൂട്രൽ സർഫസും നമ്മുടെ ഇവിടുത്തെ ഈ ട്രാൻസ്വേഴ്സ് സെക്ഷൻ, ഓക്കെ, ന്യൂട്രൽ സർഫസും നമ്മുടെ ട്രാൻസ്വേഴ്സ് അല്ലെങ്കിൽ ക്രോസ് സെക്ഷനും തമ്മിൽ, അല്ലെങ്കിൽ ഈ ന്യൂട്രൽ സർഫസിൻ്റെ പ്ലെയിനും നമ്മുടെ ഈ സോളിഡിൻ്റെ അല്ലെങ്കിൽ ബീമിൻ്റെ ക്രോസ് സെക്ഷൻ്റെ പ്ലെയിനും തമ്മിൽ മീറ്റ് ചെയ്യുന്നിടത്ത് ഇവിടെ ഇസഡ് എന്ന് പറഞ്ഞിട്ടൊരു ആക്സിസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഇസഡ് ആക്സിസ് ആണ് ഇവിടുത്തെ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇസഡ് ആക്സിസ് ആണ് ഇവിടുത്തെ ന്യൂട്രൽ ആക്സിസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഫ്ലെക്ചറൽ ഫോർമുല അല്ലെങ്കിൽ ബെൻഡിങ് ഫോർമുല, ബെൻഡിങ് ഇക്വേഷൻ ഡെറിവേഷനാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബെൻഡിങ് ഇക്വേഷൻ്റെ ഡെറിവേഷന് മുമ്പായിട്ട് അതിൻ്റെ അസംഷൻസ് എഴുതുന്നു. ഇത് അസംഷൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വേണം എസ്സേ അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, ഇനി ചില കേസുകളിൽ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് സിംപ്ലി വാട്ട് ആർ ദി അസംഷൻസ് ടേക്കൺ വൈൽ ഡിറൈവിങ് ദി പ്യുവർ ബെൻഡിങ് തിയറി ഡിറൈവ് ചെയ്യുന്ന സമയത്തുള്ള അസംഷൻസ് മാത്രമായിട്ട് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ അസംഷൻസ് നോക്കുകയാണെങ്കിൽ മെറ്റീരിയൽ ഓഫ് ദി ബീം ഈസ് ഹോമോജീനിയസ് ആൻഡ് ഐസോട്രോപ്പിക്. ഓക്കെ, അതായത് മെറ്റീരിയൽ എന്ന് പറയുന്നത് സെയിം ത്രൂ ഔട്ട് ആയിരിക്കുന്നു. ആ ബീമിൻ്റെ എല്ലാ പോർഷനിലും ഒരേ മെറ്റീരിയൽ ആയിരിക്കുന്നു, അതിന് ഹോമോജീനിറ്റി ഉണ്ടായിരിക്കുന്നു, എല്ലായിടത്തും ഒരേ തരത്തിലുള്ള പ്രോപ്പർട്ടി ആയിരിക്കുന്നു, ഡയറക്ഷൻ അനുസരിച്ച് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല, കോൺസ്റ്റൻറ്റ് പാക്കിങ്ങും ആയിരിക്കുന്നു, എല്ലായിടത്തും ഒരേ മെറ്റീരിയൽ പാക്കിംഗ് ആയിരിക്കുന്നു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ഈസ് കോൺസ്റ്റൻറ്റ് ഇൻ കംപ്രഷൻ ആൻഡ് ടെൻഷൻ. ഓക്കെ, അപ്പോൾ ത്രൂ ഔട്ട് ദി മെറ്റീരിയൽ യങ്സ് മോഡുലസിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു ടിപ്പിക്കൽ ബെൻഡിങ്ങിൻ്റെ എക്സാമ്പിൾ കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഒരു സിമ്പിൾ ഒരു സ്കെയിലിന്, ഓക്കെ, ഒരു സ്കെയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ റൂളിനെ എടുത്തിട്ട് ലെഫ്റ്റ് എൻഡും റൈറ്റ് എൻഡും ഹോൾഡ് ചെയ്തതിന് ശേഷം അതിനെ എന്ത് ചെയ്യുകയാണ്, ഒന്ന് ബെൻഡ് ചെയ്യിക്കാനായിട്ട് നോക്കുവാണ്. ഓക്കെ, അപ്പം അത് ഇതുപോലെ വളഞ്ഞ് ബെൻഡായി വരും. ഓക്കെ, അപ്പം ഈ ബെൻഡിങ്ങിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ വന്നിട്ട് കംപ്രഷനും താഴത്തെ ലെയറിൽ, ഓക്കെ, സ്കെയിലിൻ്റെ ബോട്ടം സർഫസിൽ വന്നിട്ട് ടെൻഷനും ആയിരിക്കും. ഓക്കെ, തേർഡ് അസംഷൻ എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് സെക്ഷൻ വിച്ച് ആർ പ്ലെയിൻ ബിഫോർ ബെൻഡിങ് റിമെയിൻസ് പ്ലെയിൻ ആഫ്റ്റർ ബെൻഡിങ്. ഓക്കെ, ട്രാൻസ്വേഴ്സ് സെക്ഷൻ എന്ന് പറയുന്നത് ആ ബീമിൻ്റെ ക്രോസ് സെക്ഷനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബെൻഡിങ്ങിന് മുമ്പ് ബീമിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് പ്ലെയിൻ ആയിട്ടായിരുന്നു അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ക്രോസ് സെക്ഷൻസ് ആയിരുന്നു. ബെൻഡിങ്ങിന് ശേഷവും അത് എന്തായിട്ട് തന്നെ റിമെയിൻ ചെയ്യുമെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്, ഫ്ലാറ്റ് ആയിട്ട് തന്നെ റിമെയിൻ ചെയ്യും. അതിൻ്റെ ഷേപ്പിൽ ചേഞ്ചസ് ഒന്നും വരാൻ പാടില്ല. ഓക്കെ, ക്രോസ് സെക്ഷൻ്റെ ഷേപ്പിൽ ചേഞ്ചസ് ഒന്നും വരാൻ പാടില്ല. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ബീം ഈസ് ഇനിഷ്യലി സ്ട്രെയിറ്റ് ആൻഡ് ഓൾ ലോഞ്ചിറ്റ്യൂഡിനൽ ഫിലമെൻറ്റ്സ് ബെൻഡ് ഇൻ സർക്കുലർ ആർക്സ്. ഓക്കെ, ബെൻഡിങ്ങിന് മുമ്പ് ബീം സ്ട്രെയിറ്റ് ആയിരുന്നു, എക്സാക്റ്റ് സ്ട്രെയിറ്റ് ആയിരുന്നു. ബെൻഡിങ്ങിൻ്റെ സമയത്ത് അത് സർക്കുലർ ആർക്കുകളായിട്ടാണ് ബെൻഡ് ചെയ്ത് മാറുന്നത്. ഓക്കെ, ഫിഫ്ത്ത് പോയിന്റ് റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് ലാർജ്. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ സ്കെയിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്കെയിൽ ഒരു കർവായിട്ട് മാറിയിരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ബെൻഡ് ചെയ്യിക്കാൻ നോക്കിയപ്പോൾ ഇതൊരു കർവായിട്ട് മാറിയിരിക്കുകയാണ്. ഈ കർവിന് ഒരു സെൻറ്റർ കാണും.
ഈ കർവ് വെച്ചിട്ട് ഞാൻ വലിയൊരു സർക്കിൾ ഇതുപോലെ ഒരെണ്ണം വരയ്ക്കുകയാണെങ്കിൽ ആ കർവിന് അല്ലെങ്കിൽ ആ ഒരു സർക്കിളിന് ഒരു സെൻറ്റർ കാണും. ആ സെൻറ്റർ മുതൽ ഇവിടുത്തെ ഈ കർവ് വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം ഞാൻ ഈ സ്കെയിലിൻ്റെ കർവ്ഡ് പോർഷനെ പാർട്ട് ഓഫ് എ ബിഗ് സർക്കിൾ ആയിട്ട് എടുക്കുവാണ്, വലിയൊരു സർക്കിളിൻ്റെ പോർഷനായിട്ട് എടുക്കുവാണ്, അല്ലെങ്കിൽ ആർക്ക് ഓഫ് എ സർക്കിളായിട്ട് എടുക്കുവാണ്. അപ്പം ഈ ആർക്കിൻ്റെ പോയിന്റ് മുതൽ ആ സർക്കിളിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് ലാർജ് കമ്പയർഡ് വിത്ത് ഡയമെൻഷൻ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ ഈ സ്കെയിലിൻ്റെ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടുത്തെ റേഡിയസ് ഇത്രത്തോളമുണ്ട് അല്ലേ. വലിയൊരു സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആ സർക്കിളിൻ്റെ സെൻറ്റർ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ് ഇൻ കമ്പാരിസൺ ടു ദി ക്രോസ് സെക്ഷൻ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈച്ച് ലെയർ ഓഫ് ദി ബീം ഈസ് ഫ്രീ ടു എക്സ്പാൻഡ് ഓർ കോൺട്രാക്ട്. ഓക്കെ, ഓരോ ലെയേഴ്സിനും അതിന് എക്സ്പാൻഡ് ചെയ്യാനും കോൺട്രാക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉള്ളതാണ് നെക്സ്റ്റ് അസംഷൻ. അപ്പോൾ ഇത്രയും അസംഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേഷൻ ചോദിക്കുവാണെങ്കിൽ, ബെൻഡിങ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ ചോദിക്കുവാണെങ്കിൽ ഈ അസംഷൻസ് എഴുതിയിട്ട് വേണം എഴുതാനായിട്ട്. സെപ്പറേറ്റ് ആയിട്ട് ഇത് ഇൻഡിപെൻഡൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാറുണ്ട്. ഗീവ് ദി അസംഷൻസ് ഇൻ പ്യുവർ ബെൻഡിങ് തിയറി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ബെൻഡിങ് ഇക്വേഷൻ അല്ലെങ്കിൽ ഫ്ലെക്ചറൽ ഫോർമുല ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഒന്നുകിൽ ഫ്ലെക്ചറൽ ഫോർമുലയുടെ ഡെറിവേഷൻ ചോദിക്കും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡെറിവേഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബെൻഡിങ് സ്ട്രെസ് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ, ഈ രീതിയിലും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇത് നമ്മൾ ഇനിഷ്യലി ഉള്ള ബീമിൻ്റെ ലെങ്ത് വൈസ് ഒരു ചെറിയൊരു സെക്ഷൻ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം നല്ല ലെങ്ത് ഉള്ളൊരു ബീമിൻ്റെ ഒരു ചെറിയൊരു സെക്ഷൻ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഓക്കെ, ആ സെക്ഷൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്ന ലെങ്ത് എന്ന് പറയുന്നത് dx എന്ന് പറയുന്ന ലെങ്ത് കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, എന്നിട്ട് ഈ ബീമിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ട് നമ്മൾ ബെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ബീമിൻ്റെ ഈ പോർഷൻ എന്ത് ചെയ്യും, ഇതുപോലെ ബെൻഡ് ചെയ്ത് വരും. ഓക്കെ, ഫുള്ള് ബീം ബെൻഡ് ചെയ്യുന്നുണ്ട്, അതിൽ ഇത്രയും സെക്ഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിഷ്യലി ഇവിടുത്തെ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂട്രൽ ലെയർ എന്ന് പറയുന്നത് NN ആണ്. ഓക്കെ, ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ NN-ൽ നിന്ന് ഒരു y ഡിസ്റ്റൻസ് താഴത്തേക്ക് മാറിയിട്ട് EF എന്ന് പറയുന്ന ഒരു ഫൈബർ കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പോൾ EF-ൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് അറ്റ് y ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂട്രൽ ആക്സിസിൽ നിന്ന് y ഡിസ്റ്റൻസ് മാറിയിട്ടാണ്. ഓക്കെ, ഇനി നോക്കേണ്ടത് ബെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ന്യൂട്രൽ ആക്സിസിൻ്റെ ലെങ്ത്തിൽ ചേഞ്ച് ഒന്നും വരത്തില്ല. പക്ഷേ NN എന്ന് പറയുന്ന ന്യൂട്രൽ ആക്സിസിൻ്റെ പേര് ഞാനൊന്ന് N' എന്ന് മാറ്റി കൊടുത്തു. കാരണം ഇത് ബെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. NN-ൻ്റെ ലെങ്ത്തും N'-ൻ്റെ ലെങ്ത്തും സെയിം തന്നെയായിരിക്കും, ചേഞ്ച് ഒന്നും കാണത്തില്ല, കാരണം അത് ന്യൂട്രൽ ആക്സിസ് ആണ്. എന്നാൽ ന്യൂട്രൽ ആക്സിസിൻ്റെ താഴെ നിൽക്കുന്ന EF എന്ന് പറയുന്ന ലെയർ, ന്യൂട്രൽ ആക്സിസിൻ്റെ അല്ലെങ്കിൽ ന്യൂട്രൽ ലെയറിൻ്റെ താഴെ നിൽക്കുന്ന EF എന്ന് പറയുന്ന ലെയറിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ആ ലെയറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇവിടെ നിന്ന് ഈ ഒരു രീതിയിലാണ് ലോഡ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിൽ NN എന്ന് പറയുന്ന ലെയർ ഇങ്ങനെ N' ആയിട്ട് ബെൻഡ് ചെയ്ത് മാറിയിട്ടുണ്ട്. പക്ഷേ രണ്ടിൻ്റെയും ലെങ്ത്ത് സെയിം ആയിരിക്കും. EF എന്ന് പറയുന്ന ലെയർ E', F' ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, EF-നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ E', F'-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ലെങ്ത് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി. അപ്പം ഡ്യൂ ടു ഡിക്രീസ് ഇൻ ലെങ്ത് ഓഫ് എ layers above NN, these layers will be subjected to compressive stress. അപ്പോൾ ഇത് ജനറലൈസ് ചെയ്ത് പറയുവാണെങ്കിൽ ന്യൂട്രൽ ആക്സിസ് അല്ലെങ്കിൽ NN' എന്ന് പറയുന്ന ലെയറിൻ്റെ മുകളിലോട്ടുള്ള ഫൈബേഴ്സ്, ഓക്കെ, അതിൽ വരുന്നതാണ് A', C', അതിൻ്റെ ലെങ്ത്ത് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഫിഗറിൽ നോക്കുവാണെങ്കിൽ തന്നെ അറിയാം, N', വെച്ച് നോക്കുമ്പോൾ മുകളിലത്തെ ഈ ആർക്ക് A', C'-ൻ്റെ ലെങ്ത്ത് കുറവും, എന്നാൽ താഴത്തെ ആർക്ക് B', D', E', F' എന്നൊക്കെ പറയുന്ന ആർക്കുകളുടെ ലെങ്ത്ത് ഇൻക്രീസും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താഴോട്ടുള്ള ലെയേഴ്സിൽ NN'-ൻ്റെ താഴോട്ടുള്ള ലെയേഴ്സിൽ ടെൻസൈൽ സ്ട്രെസ്സും NN'-ൻ്റെ മുകളിലോട്ടുള്ള ലെയേഴ്സിൽ കംപ്രസീവ് സ്ട്രെസ്സുമാണ്. ഓക്കെ, ദി എമൗണ്ട് ബൈ വിച്ച് എ ലെയർ ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ഇൻ ലെങ്ത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പൊസിഷൻ ഓഫ് ദി ലെയർ വിത്ത് റെസ്പെക്ട് ടു ന്യൂട്രൽ ആക്സിസ്. അപ്പോൾ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് എത്ര താഴത്തേക്കാണ് അല്ല എത്ര മുകളിലേക്കാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ലെയറിൻ്റെ ലെങ്ത്തിൽ എത്രത്തോളം ചേഞ്ച് വരുമെന്നുള്ളത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫ്ലെക്ചറൽ ഫോർമുലയുടെ ഡെറിവേഷനിലേക്ക് പോകുമ്പോഴത്തേക്കും ഇവിടെ എടുക്കേണ്ട ടേംസ് എന്ന് പറയുന്നത്, അസ്യൂം ചെയ്തിരിക്കുന്ന ടേംസ്, ഓക്കെ, ലെറ്റ് R ബി ദി റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ന്യൂട്രൽ ലെയർ അല്ലേ. ന്യൂട്രൽ ലെയർ എന്ന് പറയുന്നത് N' ആണല്ലോ.
അപ്പോൾ ഇവിടുത്തെ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് ന്യൂട്രൽ ലെയർ വരെയുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആയിട്ട് എടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ ഒരു വലിയ സർക്കിളിൻ്റെ പോർഷനായിട്ട് ഇമാജിൻ ചെയ്യുക. അപ്പോൾ ആ സർക്കിളിൻ്റെ ഒരു ചെറിയ ആർക്കിൻ്റെ പോർഷൻ മാത്രമാണ് നമ്മളിപ്പം വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ എൻ ഡാഷ് എന്ന് പറയുന്ന ആ ആർക്കിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഒയും ഒ മുതൽ എൻ ഡാഷ് വരെയുള്ള റേഡിയൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് അവിടുത്തെ റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, നെക്സ്റ്റ് തീറ്റ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ എക്സ്ട്രീം എൻഡ്സ് ഇവിടുത്തെ സെൻറ്ററിൽ സബ്സ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ. ഓക്കെ, അതായത് എ ഡാഷ് ബി ഡാഷും സി ഡാഷ് ഡി ഡാഷും സെൻറ്ററിൽ സബ്സ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. ഓക്കെ, വൈ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫൈബർ ഇ ഡാഷ് എഫ് ഡാഷ് ആണ്. ന്യൂട്രൽ ലെയറിൽ നിന്ന് നമ്മുടെ ഫൈബർ ഇ ഡാഷ് എഫ് ഡാഷ് വരെയുള്ള ആ ഒരു റേഡിയൽ ഡിസ്റ്റൻസ് ആണ് വൈ എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഇനി ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ടേംസ് ഡിഫൈൻ ചെയ്തു, അതിനുശേഷം ഡെറിവേഷനിലേക്ക് പോകുമ്പോൾ ഒറിജിനൽ ലെങ്ത് ഓഫ് ലെയർ ഇ എഫ്. ഓക്കെ, ഇ എഫ് എന്ന് പറയുന്ന ലെയറിൻ്റെ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ എൻ ഡാഷിൻ്റെ ലെങ്ത് തന്നെയായിരിക്കും. ഓക്കെ, അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യലി നമ്മൾ ഈ ഫിഗറിൽ ചെക്ക് ചെയ്യുവാണെങ്കിൽ, ഈ ഫിഗറിൽ നോക്കുവാണെങ്കിൽ എന്നും അതുപോലെ തന്നെ ഇ എഫും രണ്ടിൻ്റെയും ലെങ്ത്ത് ഡിഫോർമേഷന് മുമ്പ് രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പം രണ്ടിൻ്റെയും ലെങ്ത്ത് ബിഫോർ ഡിഫോർമേഷൻ എന്ത് തന്നെയാണ്? ഈക്വൽ തന്നെയാണ്. ഓക്കെ, അപ്പം ഇ എഫിൻ്റെ ലെങ്ത്ത് എൻ എന്ന് എടുക്കാം. അത് എൻ ഡാഷിന് ഈക്വൽ ആയിരിക്കും, കാരണം ഇത് ന്യൂട്രൽ ലെയർ ആണ്. ഓക്കെ, അപ്പോൾ എൻ ഡാഷ് ആർക്ക് ലെങ്ത് ആണ്. ആ ആർക്കിൻ്റെ ലെങ്ത്ത് എൻ ഡാഷ് കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റേഡിയസിനെ ഇവിടുത്തെ ഇൻക്ലൂഡഡ് ആംഗിളായ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇത് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. സർക്കിളിൻ്റെ ആർക്ക് ഓഫ് എ സർക്കിൾ, ലെങ്ത് ഓഫ് ദി ആർക്ക് ഓഫ് എ സർക്കിൾ എൽ ഈക്വൽ ടു ആർ ഇൻറ്റു തീറ്റ. ഓക്കെ, ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് എ സർക്കിൾ ഈക്വൽ ടു എൽ ഈക്വൽ ടു ആർ ഇൻറ്റു തീറ്റ. ഓക്കെ, അപ്പോൾ ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് ഇ ഡാഷ് എഫ് ഡാഷ് അല്ലെങ്കിൽ ഇ എഫ് എന്ന് പറയുന്നത് ബിഫോർ ഡിഫോർമേഷൻ ആയതുകൊണ്ടാണ് ഇ എഫ് എന്ന് പറഞ്ഞത്. ഇ എഫ് എന്ന് പറയുന്നത് ആർ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇ ഡാഷ് എഫ് ഡാഷ് നോക്കുവാണെങ്കിലോ, ഇ ഡാഷ് എഫ് ഡാഷ് എന്ന് പറയുന്നത് ആഫ്റ്റർ ഡിഫോർമേഷനുള്ള ഫൈബറാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലെങ്ത് എടുക്കാനാണെങ്കിൽ ആറ് പ്ലസ് ഒരു വൈയും കൂടെ വരും അല്ലേ. അപ്പോൾ ടോട്ടൽ റേഡിയസ് ആർ പ്ലസ് വൈ എന്ന് വരും. ആംഗിൾ എന്ത് തന്നെയാണ്? തീറ്റ തന്നെയാണ്. അപ്പോൾ ആർ പ്ലസ് വൈ ഇൻറ്റു തീറ്റ. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ഇ എഫ് എന്ന് പറയുന്നത് ഫൈനൽ ലെങ്ത് ഇ ഡാഷ് എഫ് ഡാഷിൻ്റെ ലെങ്ത്തിൽ നിന്ന് ആ ഫൈബറിൻ്റെ ഇനിഷ്യൽ ലെങ്ത് ആയ ഇ എഫ് സബ്ട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആർ പ്ലസ് വൈ ഇൻറ്റു തീറ്റ മൈനസ് ആർ തീറ്റ. ഓക്കെ, ഫൈനൽ ലെങ്ത് ആർ പ്ലസ് വൈ ഇൻറ്റു തീറ്റ മൈനസ് ഇനിഷ്യൽ ലെങ്ത് എന്ന് പറയുന്നത് ആർ തീറ്റ. ഓക്കെ, അപ്പോൾ അത് സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വൈ തീറ്റ എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, അപ്പം ഇത് ചേഞ്ച് ഇൻ ലെങ്ത് ആയി. നമുക്ക് സ്ട്രെയിൻ ആണ് വേണ്ടത്. ഓക്കെ, സ്ട്രെയിൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് വൈ തീറ്റയാണ്. ഓക്കെ, ഇവിടുത്തെ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് ഇ എഫിൻ്റെ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് ആർ തീറ്റയാണ്. അപ്പോൾ വൈ തീറ്റ ഡിവൈഡഡ് ബൈ ആർ തീറ്റ ഈക്വൽ ടു വൈ ബൈ ആർ. ഓക്കെ, ഇനി നമ്മുടെ ഹൂക്സ് ലോ അനുസരിച്ചാണെങ്കിൽ സിഗ്മ പ്രപ്പോർഷണൽ ടു എപ്സിലോൺ. ഓക്കെ, അതിൽ നിന്ന് സിഗ്മ ഈക്വൽ ടു ഇ ഇൻറ്റു എപ്സിലോൺ എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ എപ്സിലോൺ ഈക്വൽ ടു സിഗ്മ ബൈ ഇ എന്ന് എഴുതാം. ഓക്കെ, അപ്പം ഓൾറെഡി എപ്സിലോൺ ഈക്വൽ ടു വൈ ബൈ ആർ ഉണ്ട്, ഇപ്പോൾ എപ്സിലോൺ ഈക്വൽ ടു സിഗ്മ ബൈ ഇയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വൈ ബൈ ആർ ഈക്വൽ ടു സിഗ്മ ബൈ ഇ എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇതാണ് ഡെറിവേഷൻ്റെ ഫസ്റ്റ് പാർട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്ലെക്ചറൽ ഫോർമുല എന്ന് പറയുന്നത് എം ബൈ ഐ ഈക്വൽ ടു സിഗ്മ ബൈ വൈ ഈക്വൽ ടു ഇ ബൈ ആർ ആണ്. ഓക്കെ, അതിൽ ഒരു പോർഷൻ നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി സെക്കൻഡ് പാർട്ടിലേക്കാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പാർട്ട് നോക്കുമ്പോഴത്തേക്കും സെക്കൻഡ് പാർട്ടിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമ്മളൊരു ബീമിൻ്റെ ഇമേജ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബീമിൻ്റെ ക്രോസ് സെക്ഷനാണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു റെഫറൻസിന് വേണ്ടി കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ശരി. അപ്പം ഇവിടുത്തെ ഈ ക്രോസ് സെക്ഷൻ ഇവിടെ എന്താണ്? ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനാണ്. ആ ക്രോസ് സെക്ഷൻ്റെ ഡയമെൻഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദി ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ദീസ് ഫോഴ്സസ് എബൌട്ട് ദി ന്യൂട്രൽ ആക്സിസ് ഫോർ എ സെക്ഷൻ ഈസ് നോൺ ആസ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ് സെക്ഷൻ. ഓക്കെ, ശരി. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ഇത് വന്നിട്ട് ഈ ഒരു സ്കെച്ച്. ഓക്കെ, ഈ ക്രോസ് സെക്ഷൻ്റെ ഒരു എൻലാർജ്ഡ് വ്യൂ ആണ് വരച്ചിരിക്കുന്നത്. നമ്മുടെ ഡെറിവേഷൻ ആവശ്യത്തിനായിട്ട് ഈ ഫിഗർ വരച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഈ ക്രോസ് സെക്ഷൻ ഉണ്ട്. ആ ക്രോസ് സെക്ഷൻ എന്തുണ്ട്? ഒരു ന്യൂട്രൽ ആക്സിസ് കാണും. ഓക്കെ, അപ്പോൾ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് വൈ ഡിസ്റ്റൻസ് മാറിയിട്ട് ചെറിയൊരു എലമെൻ്റൽ സ്ട്രിപ്പ് എടുക്കുവാണ്. ഓക്കെ, ആ എലമെൻ്റൽ സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഡി വൈ. എലമെൻ്റൽ സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഡി വൈ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ ചെറിയ എലമെൻ്റൽ സ്ട്രിപ്പ്
ന്യൂട്രൽ ആക്സിസിൽ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഫോഴ്സ് ഓൺ ദി ലെയർ, ഈ ലെയറിൽ മൊത്തം വരുന്ന ഫോഴ്സ് എത്രയാണെന്നാണ്. അപ്പോൾ ഈ ലെയറിലെ ഫോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ ലെയറിലുള്ള സ്ട്രെസ്സ് സിഗ്മേനെ ആ ലെയറിൻ്റെ ഏരിയ കൊണ്ട്, ഈ ചെറിയ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ്റെ ഏരിയ DA ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ സ്ട്രെസ് എന്ന് പറയുന്നത്, ഈ ചെറിയ ഷെയ്ഡഡ് പോർഷൻ്റെ സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ ആയിട്ട് എടുക്കുകയാണെങ്കിൽ സിഗ്മ ഇൻറ്റു DA ആണ് എന്തെന്ന് പറയുന്നത്, ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾറെഡി നമ്മൾ ഡെറിവേഷനിൽ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് സിഗ്മ ഈക്വൽ ടു E/R ഇൻറ്റു വൈ എന്ന്. സിഗ്മ ഈക്വൽ ടു E/R ഇൻറ്റു വൈ എന്ന് തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം സിഗ്മയ്ക്ക് പകരം E/R ഇൻറ്റു വൈ, ഓക്കെ, അതിനെ നമ്മൾ DA കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫോഴ്സ് കിട്ടും. ഓക്കെ, ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ചെറിയ എലമെൻ്റൽ സ്ട്രിപ്പ് നമ്മുടെ ന്യൂട്രൽ ആക്സിസിൽ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ന്യൂട്രൽ ആക്സിസിൽ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോഴ്സ് കിട്ടി, മൊമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഓൺ ദി ലെയർ വേണ്ട ഇതാണ്. ഓക്കെ, E/R ഇൻറ്റു വൈ ഇൻറ്റു DA. ഇവിടുത്തെ നമ്മുടെ ക്രോസ് സെക്ഷൻ മുതൽ, ആ ചെറിയ എലമെൻ്റൽ സ്ട്രിപ്പിൻ്റെ ക്രോസ് സെക്ഷൻ മുതൽ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് y ആണ്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് ഓൺ ദി ലെയർ ഇൻറ്റു വൈ ചെയ്തു, സിംപ്ലിഫൈ ചെയ്തപ്പോൾ E/R ഇൻറ്റു വൈ സ്ക്വയർ ഇൻറ്റു DA എന്ന് വന്നു. ഓക്കെ, ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് ഓൺ ദി സെക്ഷൻ ഓഫ് ദി ബീം. ഓക്കെ, അപ്പം ഇതിപ്പം ചെറിയ സ്ട്രിപ്പിലെ മൊമെൻറ്റ് മാത്രമേ ആയിട്ടുള്ളൂ, ചെറിയ സ്ട്രിപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. മൊത്തം ക്രോസ് സെക്ഷൻ ന്യൂട്രൽ ആക്സിസിൽ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ടേമിനെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം. ഇൻറ്റഗ്രേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ചെറിയ കുറേ അധികം സ്ട്രിപ്പുകൾ എടുത്തിട്ട് നമ്മളിങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് സ്റ്റാക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും കൂടെ എഫക്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മാത്തമെറ്റിക്കൽ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ M ഈക്വൽ ടു ഇൻറ്റഗ്രൽ E/R വൈ സ്ക്വയർ DA. ഓക്കെ, E/R കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുത്തു, ഇൻറ്റഗ്രൽ വൈ സ്ക്വയർ DA. ഇൻറ്റഗ്രൽ വൈ സ്ക്വയർ DA എന്ന് പറയുന്നത് സെക്കൻഡ് മൊമെൻറ്റ് ഓഫ് ഏരിയ ആണ്. സെക്കൻഡ് മൊമെൻറ്റ് ഓഫ് ഏരിയനെയാണ് നമ്മൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ M ഈക്വൽ ടു E/R ഇൻറ്റു I. ഓക്കെ, അതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ M/A ഈക്വൽ ടു E/R. ഓക്കെ, ഓൾറെഡി നമ്മൾ ഡെറിവേഷൻ്റെ ഫസ്റ്റ് ഹാഫ് പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും സിഗ്മ ബൈ വൈ ഈക്വൽ ടു M/I ഈക്വൽ ടു E/R. ഓക്കെ, M/I ഈക്വൽ ടു സിഗ്മ ബൈ വൈ ഈക്വൽ ടു E/R. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്ലെക്ചറൽ ഫോർമുല അല്ലെങ്കിൽ ബെൻഡിങ് ഫോർമുല. ഓക്കെ, ബെൻഡിങ് ഇക്വേഷൻ. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ ടേംസ് ചെക്ക് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് സിഗ്മ ഈസ് ദി ബെൻഡിങ് സ്ട്രെസ്. ഓക്കെ, പിന്നെ വരുന്നത് M ഈസ് ദി ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് ദി പർട്ടിക്കുലർ സെക്ഷൻ. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ്റെ ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ബീമിൻ്റെ ലെങ്ത് വൈസ് ആണ് നമ്മൾ എവിടെയെങ്കിലും ഒരിടത്തായിട്ട് എന്ത് ചെയ്യുന്നത്, സെക്ഷൻ കൺസിഡർ ചെയ്യുന്നത്. ആ സെക്ഷൻ്റെ ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, നമ്മൾ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം പഠിച്ച സമയത്ത് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കാൽക്കുലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ്റെ ബെൻഡിങ് മൊമെൻറ്റ്, അതാണ് M കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Y എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ടു ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്രോസ് സെക്ഷനിൽ, ഓക്കെ, ഇത് നമ്മുടെ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഏറ്റവും മുകളിലത്തെ ഫൈബർ ആണെങ്കിൽ ആ ഫൈബർ മുതൽ ന്യൂട്രൽ ആക്സിസ് വരെയുള്ള ദൂരം, അതാണ് Y എന്ന് പറയുന്നത്. ഓക്കെ, I എന്ന് പറയുന്നത് സെക്കൻഡ് മൊമെൻറ്റ് ഓഫ് ഏരിയ അല്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. സെക്കൻഡ് മൊമെൻറ്റ് ഓഫ് ഏരിയ അല്ലെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. ക്യാപിറ്റൽ E എന്ന് പറയുന്നത് യങ്സ് മോഡുലസ്. ക്യാപിറ്റൽ E വന്നിട്ട് യങ്സ് മോഡുലസ്. ഓക്കെ, ഇലാസ്റ്റിക് മോഡുലസ് അല്ലെങ്കിൽ യങ്സ് മോഡുലസ്, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നെല്ലാം പറയുന്ന E തന്നെയാണ്. ഓക്കെ, R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, ആർക്ക് ഓഫ് ബെൻഡിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ യൂണിറ്റ്സും കൂടെ നോക്കി വയ്ക്കുക. അപ്പം ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്തുകൊണ്ട് ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. M/I ഈക്വൽ ടു സിഗ്മ ബൈ വൈ ഈക്വൽ ടു E/R. ഓക്കെ, ഇത് ഈ പറഞ്ഞ പോലെ ഒരു ബെൻഡിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ, അതുപോലെ തന്നെ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സുകളുടെയും ഒരു റെപ്രസെൻറ്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനിഷ്യലി നമ്മൾ ഈ ബോട്ടം ഫിഗറിൽ നോക്കുവാണെങ്കിൽ ഇനിഷ്യലി ബീം സ്ട്രെയിറ്റ് ആയിരുന്നു. ഓക്കെ, ലെഫ്റ്റ് എൻഡിൽ ഒരു ഹിഞ്ച് സപ്പോർട്ടും റൈറ്റ് എൻഡിൽ വന്നിട്ട് ഒരു റോളർ സപ്പോർട്ടുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമായിട്ട് കൺസിഡർ ചെയ്യാം, കാരണം രണ്ടിടവും സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണല്ലോ. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ഏകദേശം നടുക്കായിട്ട് ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. ഓക്കെ, ഫോഴ്സ് കൊടുത്തതിന് ശേഷം ഞാൻ ഒബ്സർവ് ചെയ്യുന്നത് വേണ്ടി ഇവിടെ ഒരു പർട്ടിക്കുലർ, അതായത് ലെഫ്റ്റ് എൻഡ് സപ്പോർട്ടിൽ നിന്ന് ഒരു പ്രത്യേക ഡിസ്റ്റൻസ് മാറിയിട്ട് ഒരു സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ സെക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സുകൾ എത്രയാണെന്നാണ് നോക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ മുകളിലത്തെ ഫൈബറിൽ കംപ്രസീവ് സ്ട്രെസ്സും താഴത്തെ ഫൈബറിൽ ടെൻസൈൽ സ്ട്രെസ്സും. ഓക്കെ, അപ്പോൾ ആ സ്ട്രെസ്സിൻ്റെ വേരിയേഷനാണ് ഇവിടെ എൻലാർജ് ചെയ്ത് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം സെൻറ്റർ ന്യൂട്രൽ ആക്സിസ്, മുകളിലത്തെ ഫൈബർ, ഏറ്റവും മുകളിലത്തെ ഫൈബറിലായിരിക്കും ഏറ്റവും കൂടുതൽ കംപ്രസീവ് സ്ട്രെസ്. കണ്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് കംപ്രസീവ് സ്ട്രെസ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മുകളിലാണ് ഏറ്റവും കൂടുതൽ കംപ്രസീവ് സ്ട്രെസ്. അതുപോലെ തന്നെ ന്യൂട്രൽ ആക്സിസിൽ നിന്ന് താഴത്തേക്ക് വരുന്നതിനനുസരിച്ച് ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും താഴത്തെ ഫൈബറിലാണ് ഏറ്റവും കൂടുതൽ ടെൻസൈൽ സ്ട്രെസ്സും വരുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ വരയ്ക്കാൻ പറഞ്ഞാൽ ഈ രീതിയിൽ വേണം ഒരു റെക്ടാങ്കുലർ ക്രോസ് സെക്ഷനുള്ള ബീമിൻ്റെ ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഇഫ് ദി ബീം ഈസ് സിംപ്ലി സപ്പോർട്ടഡ്. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ബീമിൻ്റെ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ബെൻഡിങ് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പം ന്യൂട്രൽ ആക്സിസ് അല്ലെങ്കിൽ സെൻറ്ററിൽ വന്നിട്ട് ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ വാല്യൂ 0, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഫൈബേഴ്സിൽ ബെൻഡിങ് സ്ട്രെസ്സിൻ്റെ വാല്യൂ കൂടുതൽ. അതിൽ ഏറ്റവും മുകളിലത്തെ ഫൈബറിലാണെങ്കിൽ മാക്സിമം കംപ്രസീവ് സ്ട്രെസ്സും ഏറ്റവും താഴത്തെ ഫൈബറിലാകുമ്പോൾ മാക്സിമം ടെൻസൈൽ സ്ട്രെസ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഫസ്റ്റ് ഡെറിവേഷൻ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡെറിവേഷനിൽ M/I = σ/y = E/r ഫ്ലെക്ചറൽ ഫോമുല അല്ലെങ്കിൽ ബെൻഡിങ് ഇക്വേഷൻ, ബെൻഡിങ് ഫോമുല എന്നെല്ലാം പറയുന്നത് ഈ ഒരു ഇക്വേഷനെയാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഇനി സെക്ഷൻ മോഡുലസ് ഉണ്ട്. സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നതും നമ്മൾ ആ ബെൻഡിങ് ഇക്വേഷനിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ്. ആ ബെൻഡിങ് ഇക്വേഷൻ്റെ അകത്ത് I/y റേഷ്യോനെയാണ് നമ്മൾ സെക്ഷൻ മോഡുലസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, I എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ക്രോസ് സെക്ഷൻ ഓഫ് ദി ബീം, Ymax എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ടു ദി ഔട്ടർ മോസ്റ്റ് ഫൈബർ, ഏറ്റവും പുറത്തുള്ള ഫൈബറിലേക്കുള്ള ദൂരം. എവിടെ നിന്ന്? ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഏറ്റവും പുറത്ത് നിൽക്കുന്ന ഫൈബറിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അതിൻ്റെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട് എക്സാമിന്, ഷോർട്ട് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സെക്ഷൻ എബൌട്ട് ദി ന്യൂട്രൽ ആക്സിസ് to the distance of the outermost layer from the neutral axis. ഓക്കെ, അപ്പം ഈ ഇസഡിൻ്റെ റെലവൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസഡ് റെപ്രസെൻറ്റ്സ് ദി സ്ട്രെങ്ത് ഓഫ് ദി സെക്ഷൻ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്രോസ് സെക്ഷൻ്റെ സ്ട്രെങ്ത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ സെക്ഷൻ മോഡുലസ് വെച്ചാണ്. ഓക്കെ, ഇപ്പോൾ സെക്ഷൻ മോഡുലസിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ സ്ട്രെങ്ത് അത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. Moment of resistance offered by the section is maximum when Z is maximum. ഓക്കെ, അപ്പം Z കൂടുതലുള്ള ഒരു ബീമിനെ ബെൻഡ് ചെയ്യിക്കാനാണെങ്കിൽ നമ്മൾ കൂടുതൽ ലോഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം സെക്ഷൻ മോഡുലസും കഴിഞ്ഞ്, അപ്പം ഇത് ബെൻഡിങ് ഇക്വേഷനും സെക്ഷൻ മോഡുലസും എല്ലാം എക്സാമിന് ചോദിക്കാറുണ്ട്. ഇത് സെക്കൻഡ് ഡെറിവേഷനാണ്, ഇത് മറ്റൊരു ഡെറിവേഷനാണ്. ഓക്കെ, എക്സാംസിന് ചോദിച്ച് കാണുന്നുണ്ട്. ഈ ഡെറിവേഷനിൽ റിലേഷൻസ് എമൗണ്ട് ലോഡ്, ഷിയർ ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെയും ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ബീമിന് മുകളിലായിട്ട് ഒരു വേരിയബിൾ ലോഡ് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു എന്താണ് വേരിയിങ് ലോഡാണ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. ഇങ്ങനെ ഓരോയിടത്ത് ഇവിടെ കുറച്ച് ലോഡേ ഉള്ളൂ, ഇവിടെ കൂടുതൽ ലോഡ് വരുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ലോഡിൻ്റെ വാല്യൂ ഏറ്റവും കൂടുതലാണ്, ഇവിടെ എത്തിയപ്പോൾ വീണ്ടും ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു വേരിയിങ് ലോഡാണ്. ആ വേരിയിങ് ലോഡിൻ്റെ വാല്യൂ W/length ആണ്, സ്മോൾ W/length. ഓക്കെ, അപ്പോൾ ഈ ഒരു ബീമിൽ നമുക്ക് വേണ്ടത് ലോഡ്, ഷിയർ, ബെൻഡിങ് മൊമെൻറ്റ് തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, അപ്പോൾ ആ റിലേഷന് വേണ്ടി ലെഫ്റ്റ് ഹാൻഡ് ഈ ഫിഗർ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ഡെറിവേഷൻ ചോദിക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ട് സി എന്ന് പറയുന്ന ഒരു സെക്ഷൻ എടുത്തു. സിയിൽ നിന്ന് ഡെൽറ്റ എക്സ് വിഡ്ത്ത് വരുന്ന രീതിയിൽ ഒരു സ്ട്രിപ്പ് എടുത്തു. ഓക്കെ, സിയിൽ നിന്ന് ഡെൽറ്റ എക്സ് വിഡ്ത്ത് വരുന്ന രീതിയിൽ ഒരു സ്ട്രിപ്പ് സി ഡാഷ് എടുത്തു. ഓക്കെ, ആ സി ഡാഷിൻ്റെ എൻലാർജ്ഡ് വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലെഫ്റ്റ് എൻഡിൽ നോക്കുവാണെങ്കിൽ ഒരു അപ്വേർഡ് ഷിയർ ഫോഴ്സ് എടുത്തു. റൈറ്റ് എൻഡിൽ നോക്കുവാണെങ്കിൽ അപ്വേർഡ് ഷിയർ ഫോഴ്സ് V. അവിടെ നിന്ന് ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസ് ഇപ്പുറത്തേക്ക് മാറുമ്പോഴത്തേക്കും ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ചേഞ്ച് എന്ന് പറയുന്നത് ΔV. അപ്പം ഇവിടുത്തെ സി എന്ന് പറയുന്ന ലെയറിൽ ഷിയർ ഫോഴ്സ് V ആണെങ്കിൽ റൈറ്റ് സൈഡിൽ C' എന്ന് പറയുന്ന ലെയറിൽ V+ΔV ആയിരിക്കും. ഓക്കെ, ഇവിടെ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് M കൊടുക്കുവാണെങ്കിൽ ഇവിടുത്തെ റൈറ്റ് എൻഡിൽ വന്നിട്ട് എന്താണ് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് M+ΔM. അതായത് ഇവിടുത്തെ ഫസ്റ്റ് ഡിഫൈൻ ചെയ്യുക വിയും എമ്മും. അതിന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ റൈറ്റ് സൈഡിലെ ലെയറിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അത് V+ΔVയും M+ΔMുമായിട്ട് എടുത്തു. ഓക്കെ, ഇനി ഇവിടുത്തെ ലോഡെന്ന് പറയുന്നത് W × ΔX. ഓക്കെ, ഇവിടുത്തെ സ്പേസിംഗ് എന്ന് പറയുന്നത് ടോട്ടൽ ΔX ആണല്ലോ.
അപ്പോൾ ലോഡ് മുതൽ ഇതുവരെ ഉള്ളതെന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ബൈ 2. ഓക്കെ, ഇനി നമ്മൾ ഈ എലമെൻറ്റിൻ്റെ എന്താണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫോഴ്സ് ഇക്വിലിബ്രിയം നോക്കുവാണ്, പിന്നെ മൊമെൻറ്റ് ഇക്വിലിബ്രിയം നോക്കുവാണ്. അപ്പോൾ ആ രണ്ട് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് നോക്കിയിട്ട് നമ്മൾ ഈ ഡെറിവേഷൻ്റെ കൺക്ലൂഷനിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ ലോഡ് ആൻഡ് ഷിയർ, ലോഡും ഷിയറും തമ്മിലുള്ള റിലേഷന് വേണ്ടി ഇവിടെ ഈ എലമെൻറ്റിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ അപ്വേർഡ് ഫോഴ്സ് വി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്ലസ് വി, ഡൗൺവേർഡ് ഫോഴ്സ് വി പ്ലസ് ഡെൽറ്റ വി വരുന്നുണ്ട്, അത് മൈനസ്. ഓക്കെ, അപ്പം അപ്വേർഡ് ഫോഴ്സ് പോസിറ്റീവും ഡൗൺവേർഡ് ഫോഴ്സ് നെഗറ്റീവ് ആയിട്ട് കൊടുത്തു. അപ്പം വി മൈനസ് ഓഫ് വി പ്ലസ് ഡെൽറ്റ വി. ഓക്കെ, അതിന് പുറമെ വേറൊരു ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന എക്സ്റ്റേണൽ ലോഡും കൂടെ ഉണ്ട്. എക്സ്റ്റേണൽ ലോഡ് എത്രയാണ്? ഡബ്ല്യു ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ്. ഓക്കെ, ഇവിടെ ഡബ്ല്യു ഇൻറ്റു ഡെൽറ്റ എക്സിൻ്റെ ലോഡും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഡബ്ല്യു ഇൻറ്റു ഡെൽറ്റ എക്സും ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്, അതുകൊണ്ട് നെഗറ്റീവ് കൊടുത്തു. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വി ബൈ ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ നമുക്ക് മൈനസ് ഡബ്ല്യു ആയിട്ട് എടുക്കാം, മൈനസ് ഡബ്ല്യു ആയിട്ട് എടുക്കാം. അതായത് വി ഡി മൈനസ് വി സി ഈക്വൽ ടു മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഡബ്ല്യു ഡി എക്സ്. ഓക്കെ, മൈനസ് ഓഫ് ഇൻ്റഗ്രലിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ് സി മുതൽ എക്സ് ഡി വരെയാണ് എടുക്കുന്നത്. അതായത് ഏരിയ അണ്ടർ ലോഡ് കർവ്, മൈനസ് ഡബ്ല്യു ഡി എക്സ് എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദി ലോഡ് കർവ്. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ എക്സ്, ഇവിടെ ഇപ്പം ചെറിയ ഡി ടു സി ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്, വി ഡി മൈനസ് വി സി. ഓക്കെ, ഡിഫറൻസ് ഓഫ് ഷിയർ ഫോഴ്സ് ഫ്രം ബിറ്റ്വീൻ സി ആൻഡ് ഡി. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ലിമിറ്റ് എക്സ് സി ടു എക്സ് ഡി കൊടുത്തത്. ഓക്കെ, നെക്സ്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ഷിയർ ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ്. ഷിയറും ബെൻഡിങ് മൊമെൻറ്റും തമ്മിലുള്ള റിലേഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മൊമെൻറ്റ് ഇക്വിലിബ്രിയമാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എം പ്ലസ് ഡെൽറ്റ എം എന്ന് പറയുന്നത് ഇവിടെ സ്മൈലിംഗ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തതാണ്, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ഇവിടെ പോസിറ്റീവായിട്ട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് പോസിറ്റീവും ക്ലോക്ക് വൈസ് മൊമെൻറ്റ് നെഗറ്റീവായിട്ട് എടുത്തു. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് എടുക്കുമ്പം എം പ്ലസ് ഡെൽറ്റ എം. ഓക്കെ, പിന്നെ മറ്റൊരു മൊമെൻറ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് എം. ഓക്കെ, കാരണം അത് ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് മൈനസ് വി ഇൻറ്റു ഡെൽറ്റ എക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ വി ഇൻറ്റു ഡെൽറ്റ എക്സ്, അതായത് ഈ സെക്ഷൻ സിയിൽ ഇവിടുത്തെ മൊമെൻ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിൽ ഓൾറെഡി ഒരു മൊമെൻറ്റ് എം പ്ലസ് ഡെൽറ്റ എം ഉണ്ട്, പിന്നെ ഇവിടുത്തെ എമ്മിൻ്റെ ഒരു എഫക്റ്റ് വരുന്നുണ്ട്, പിന്നെ ഇവിടെ വി എന്ന് പറയുന്നത് ഇത്രയും ഡിസ്റ്റൻസ് മാറി നിൽക്കുകയാണ് അല്ലേ, സി ഡാഷിൽ നിന്ന് വി എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസ് മാറി നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ വി എന്ന് പറയുന്ന ഷിയർ ഫോഴ്സ് സി ഡാഷിൽ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് വി ഇൻറ്റു ഡെൽറ്റ എക്സ്, വി ഇൻറ്റു ഡെൽറ്റ എക്സ്, അതാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടുത്തെ ഈ നമ്മൾ കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇക്വലൻ്റ് പോയിന്റിലോടുണ്ടല്ലോ ഡബ്ല്യു ഇൻറ്റു ഡെൽറ്റ എക്സ്, ഡബ്ല്യു ഇൻറ്റു ഡെൽറ്റ എക്സ് മുതൽ സി ഡാഷ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു ഡിസ്റ്റൻസ് ആണ്, ഈ ഒരു ഡിസ്റ്റൻസ്, ഇതുണ്ട് ഇവിടുത്തെ ഈ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം ഡബ്ല്യു ഇൻറ്റു ഡെൽറ്റ എക്സ്, പിന്നെ ആ ഡിസ്റ്റൻസ് എത്രയാ, ഡെൽറ്റ എക്സ് ബൈ 2. ഓക്കെ, ഡബ്ല്യു ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ബൈ 2, അതും സി ഡാഷിലേക്ക് വരുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കൺവെൻഷൻ അനുസരിച്ച് എടുത്തിരിക്കുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് പോസിറ്റീവായിട്ടും ക്ലോക്ക് വൈസ് മൊമെൻറ്റ് നെഗറ്റീവായിട്ടുമാണ്. ഓക്കെ, അപ്പോൾ അതിനെയും ഈ പറഞ്ഞ രീതിയിൽ തന്നെ സിംപ്ലിഫൈ ചെയ്യുക. ഡി എം ബൈ ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ എം ബൈ ഡെൽറ്റ എക്സ്. സിംപ്ലിഫിക്കേഷൻ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ദിസ് വൺ ഈക്വൽ ടു വി എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എം ഡി മൈനസ് എം സി. ഓക്കെ, അപ്പം ഡി എം ബൈ ഡി എക്സ് ആണ് വി എന്ന് കിട്ടിയത്, അല്ലെങ്കിൽ ഡി എം ഈക്വൽ ടു വി ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം, വി ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് എമ്മിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തു, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്തു ഫോർ ദി പോയിൻറ്റ്സ് സി ആൻഡ് ഡി അല്ലേ, സി ആൻഡ് ഡി എന്ന് പറയുന്ന സെക്ഷൻസിന് വേണ്ടിയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ എം ഡി മൈനസ് എം സി ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് സി ടു എക്സ് ഡി വി ഡി എക്സ്, അതായത് ഏരിയ അണ്ടർ ദി ഷിയർ കർവ്, ഏരിയ അണ്ടർ ദി ഷിയർ കർവ്. ഓക്കെ, അപ്പോൾ ഈ ഡെറിവേഷൻ്റെ കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഡിഫറൻസ് ഓഫ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു മൈനസ് ഓഫ് ഏരിയ അണ്ടർ ലോഡ് കർവ്. ഡിഫറൻസ് ഓഫ് മൊമെൻറ്റ്സ് എന്ന് പറയുന്ന ബെൻഡിങ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ഷിയർ കർവ്. ഇതാണ് ഈ ഡെറിവേഷൻ്റെ കൺക്ലൂഷൻ. അപ്പോൾ ഈ കൺക്ലൂഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർത്തിരിക്കാൻ ഈ ഡെറിവേഷനും പലതവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് വന്നിട്ട് ഡിഫറെൻ്റ് ക്രോസ് സെക്ഷൻസ് കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സ്റ്റിഫ്നെസ് ഉള്ളത്, ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് വരുന്നതെന്ന് പറയുന്നത് എച്ച് സെക്ഷൻ അല്ലെങ്കിൽ ഐ സെക്ഷനാണ്. ഓക്കെ, ടി സെക്ഷൻ്റെയൊക്കെ ലീസ്റ്റ് സ്റ്റിഫാണ്. ഓക്കെ, എച്ച് കഴിഞ്ഞാൽ പിന്നെ ചാനൽ സെക്ഷൻ കണ്ടോ, ഇതുപോലെ സി പോലത്തെ സെക്ഷൻ,
പിന്നെ സ്ക്വയർ സെക്ഷൻ, ബോക്സ് സെക്ഷൻസ്, പിന്നെ ആംഗിൾ സെക്ഷൻസ്, അതും കഴിഞ്ഞിട്ടാണ് ടി സെക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റെപ്രസെൻറ്റേഷനിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ റെലവൻസ് ആണ്. ക്രോസ് സെക്ഷൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഞാനിവിടെ 2 സപ്പോർട്ട്സ് കൺസിഡർ ചെയ്തിട്ട് ആ സപ്പോർട്ടിലായിട്ട് 2 ബീമുകൾ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. 2 ബീമിന് മുകളിലായിട്ടും സെയിം വെയിറ്റ് ഉള്ള ഒരു പേഴ്സണിനെ പിടിച്ച് നിർത്തി. ഓക്കെ, അങ്ങനെ നിർത്തി കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം ഈ ബീമിനെ ഇങ്ങനെ ഇടുവാണെങ്കിൽ ബീമിൻ്റെ ഈ പോർഷൻ എന്ത് ചെയ്യും, ഒന്ന് ബെൻഡ് ചെയ്ത് വരും. നേരെ മറിച്ച് ഇങ്ങനെ ഇടുവാണെങ്കിൽ ഇവിടെ ബെൻഡ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ക്രോസ് സെക്ഷൻ, ഓക്കെ, ലോഡ് അപ്ലൈ ചെയ്യുന്ന ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ബി എച്ച് ക്യൂബ്, എച്ച് എന്ന് പറയുന്നത് ഇവിടെ ചെറിയ വാല്യൂ ആണ് അല്ലേ, അപ്പം ബി എച്ച് ക്യൂബ് ബൈ 12 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ബി എച്ച് ക്യൂബ് ബൈ 12 എന്ന് പറയുന്ന ഒരു ചെറിയ വാല്യൂ ആണ് കിട്ടുന്നത്, ഐ എക്സ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എക്സ് എക്സ് ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടാണ് ബെൻഡിങ് നടക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഐയുടെ വാല്യൂ കുറവായിട്ട് വരുവാണ്, അല്ലെങ്കിൽ ഐ എക്സ് എക്സിൻ്റെ വാല്യൂ കുറവായിട്ട് വരുവാണെങ്കിൽ അവിടെ എന്താണ്, ആ ഒരു ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടായിരിക്കും ബെൻഡിങ് നടക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ആക്സിസിൽ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ എവിടെയാണോ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കുറവ്, ഏത് ആക്സിസിലാണോ മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കുറവ്, അല്ലെങ്കിൽ ഐയുടെ വാല്യൂ കുറവായിട്ട് വരുന്നത്, ആ ഒരു ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടായിരിക്കും എപ്പോഴും ബെൻഡിങ് നടക്കുന്നത്. ഓക്കെ, ഇതേ ബീമിനെ തന്നെ നേരെ അടിച്ച് തിരിച്ചു വയ്ക്കുവാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ എച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇവിടെയും വന്ന് ബി എന്ന് പറയുന്ന ബ്രെഡ്ത്ത് ഇവിടെ ഹൈറ്റ് ആയിട്ടും മാറി. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരാളിനെ പിടിച്ച് നിർത്തുവാണെങ്കിൽ ആ ബീമിന് കൂടുതൽ റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട് അല്ലേ, ബീം നേരത്തെ പോലെ ബെൻഡ് ആവുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എടുക്കുമ്പോൾ എച്ച് ബി ക്യൂബ് ബൈ 12 ആണ്, എച്ച് ബി ക്യൂബ് ബൈ 12. അപ്പം ഐ എക്സ് എക്സിൻ്റെ വാല്യൂ ഇവിടെ എച്ച് ബി ക്യൂബ് ബൈ 12ഉം ഇവിടെ നോക്കിയപ്പോൾ ബി എച്ച് ക്യൂബ് ബൈ 12ഉം ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് കുറവും, ഓക്കെ, ഇവിടെ ഈ എക്സ് എക്സ് ആക്സിസിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുതലാണ്, അതുകൊണ്ട് എക്സ് എക്സ് ആക്സിസിൽ ഇവിടെ ബെൻഡിങ് പോസിബിൾ ആവത്തില്ല. ഓക്കെ, ആ ക്രോസ് സെക്ഷൻസ് ആണ് ഇവിടെ ബി എച്ച് എന്ന് പറഞ്ഞ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഓർക്കേണ്ടത്, നമ്മൾ ബെൻഡിങ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ഐ എക്സ് എക്സും ഉണ്ട്, ഐ വൈ വൈയും ഉണ്ട്. അതിൽ നമ്മൾ ഐ എക്സ് എക്സും ഐ വൈ വൈയുടെയും വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അതിൽ ഏതാണോ വാല്യൂ കുറവായിട്ട് വരുന്നത് ആ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ, അതിപ്പോൾ ഐ എക്സ് എക്സ് ആണ് കുറവായിട്ട് വരുന്നതെങ്കിൽ അത് വേണം ബെൻഡിങ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഐ വൈ വൈ ആണ് കുറവായിട്ട് വരുന്നതെങ്കിൽ ഐ വൈ വൈയുടെ വാല്യൂ വേണം ബെൻഡിങ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, ഇത് ഡിഫറെൻറ്റ് സെക്ഷൻസിൻ്റെ സെക്ഷൻ മോഡുലസ് ആണ്. ഓക്കെ, അതിൽ റെക്ടാങ്കുലർ സെക്ഷൻ ഒരെണ്ണം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, ബി വിഡ്ത്ത്, ഡി എന്ന് പറയുന്നത് ഡെപ്ത്ത്, ന്യൂട്രൽ ആക്സിസ് ഉണ്ട്. ഓക്കെ, ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഈ എന്താണ് ഇവിടുത്തെ വിഡ്ത്തിന് അല്ലെങ്കിൽ ഡെപ്തിൻ്റെ പകുതിയായിട്ടായിരിക്കും ന്യൂട്രൽ ആക്സിസ് വരുന്നത്. ഓക്കെ, അപ്പോൾ സെക്ഷൻ മോഡുലസ് എന്ന് പറയുന്നത് ഐ ബൈ വൈ മാക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ്റെ ഐ എന്ന് പറയുന്നത് ബി ഡി ക്യൂബ് ബൈ 12, വൈ മാക്സ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസ് മുതൽ ഏറ്റവും പുറത്ത് നിൽക്കുന്ന ഫൈബർ, എന്ന് പറയുന്നത് ഒരു ഫൈബർ ഇതും പിന്നെ ഒരു ഫൈബർ എന്ന് പറയുന്നത് ഇതുമാണ്. ഓക്കെ, അപ്പം നമ്മുടെ ന്യൂട്രൽ ആക്സിസ് മുതൽ ഏറ്റവും പുറത്ത് നിൽക്കുന്ന ഫൈബർ വരെയുള്ള ഡിസ്റ്റൻസ്, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഫൈബർ വരെയുള്ള ഡിസ്റ്റൻസ്, അത് താഴത്തേക്കാവാം മുകളിലേക്കാവാം. ഓക്കെ, ആ ഫൈബർ വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വൈ മാക്സ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു കേസിലാണെങ്കിൽ വൈ മാക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡി ബൈ 2 ആയിട്ട് വരും, ഇവിടെ മുതൽ ഔട്ടർ മോസ്റ്റ് ഫൈബർ വരെയുള്ള. അപ്പോൾ ഐ ഡിവൈഡഡ് ബൈ വൈ മാക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സെക്ഷൻ മോഡുലസ് കിട്ടും. ഓക്കെ, റെക്ടാങ്കുലർ സെക്ഷൻ്റെ കേസിലാണെങ്കിലും ഇവിടെയും ഇതിൻ്റെ ഐ കാൽക്കുലേറ്റ് ചെയ്യുക, ഇതാകുമ്പം ബി ഡി ക്യൂബ് ഔട്ടർ ഷെല്ലിൻ്റെ അല്ലെങ്കിൽ ഔട്ടർ സെക്ഷൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എക്സ് എക്സ് എടുക്കുക, ബി ഡി ക്യൂബ് ബൈ 12. പിന്നെ ഇന്നർ സെക്ഷൻ്റെ എടുക്കുമ്പോൾ ഇവിടെ എന്ത് തന്നെ വരും, സ്മോൾ ബി ഡി ക്യൂബ് ബൈ 12. ഓക്കെ, അപ്പോൾ ഔട്ടർ സെക്ഷൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയിൽ നിന്ന് ഇന്നർ സെക്ഷൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറയ്ക്കുക, കാരണം ഇത്രയും പോർഷനിൽ മാത്രമേ മെറ്റീരിയൽ കണ്ടന്റ് ഉള്ളൂ അല്ലേ. ഇത് ബോക്സ് സെക്ഷൻ അല്ലെങ്കിൽ ചാനൽ സ്ക്വയർ സെക്ഷനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, വൈമാക്സ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസ് മുതൽ ഏറ്റവും ദൂരത്ത് നിൽക്കുന്ന ഫൈബർ എന്ന് പറയുന്നത് ഇവിടെ വരെ വരുമ്പം ഇത് ഉള്ളിലാണ് അല്ലേ, അതിനെക്കാട്ടിയും ദൂരത്താണ് ഇവിടുത്തെ ഈ ഒരു ഫൈബർ നിൽക്കുന്നത്, അതിൻ്റെ ഈ ഏറ്റവും പുറത്ത് നിൽക്കുന്ന സർഫസ് എന്ന് പറയുന്നത്. അപ്പം ന്യൂട്രൽ ആക്സിസ് മുതൽ ഏറ്റവും പുറത്തെ സർഫസ് വരെയുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്, ഡി ബൈ 2 ആണ്. ഓക്കെ, അപ്പം ഐ ബൈ വൈ മാക്സ് ചെയ്യുമ്പോഴത്തേക്കും ഇസഡ്.
ഓക്കെ, ഇവിടെ ഐയുടെ വാല്യൂയും വൈമാക്സിൻ്റെ വാല്യൂയും പഠിച്ചിരുന്നാൽ മതി. ഇസഡിൻ്റെ വാല്യൂ സമയത്ത് എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ സർക്കുലർ സെക്ഷൻ വരുമ്പോഴത്തേക്കും സർക്കുലർ സെക്ഷനിലാകുമ്പോൾ I = π d⁻⁴/64. വൈമാക്സ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസ് മുതൽ ഏറ്റവും ഔട്ടർ ലെയർ എന്ന് പറയുന്നത് എൻ്റെ ഇവിടെ വരും, ഔട്ടർ ഫൈബർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d/2 ആണ്. ഓക്കെ, അപ്പോൾ I/Ymax അതാണ് Z എന്ന് പറയുന്നത്. അതായത് π d⁻⁴/64 ദ ഹോൾ ഡിവൈഡഡ് ബൈ d/2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇസഡിൻ്റെ വാല്യൂ ഇങ്ങനെ കിട്ടും. ഇത് അതുപോലെ തന്നെ സർക്കുലർ ഹോളോ സെക്ഷൻ സെയിം അപ്രോച്ച് തന്നെയാണ്. ഐയുടെ വാല്യൂ വൈമാക്സിൻ്റെ വാല്യൂ ന്യൂട്രൽ ആക്സിസ് മുതൽ ഔട്ടർ ഫൈബർ വരെയുള്ളൂ. ഔട്ടർ ഫൈബർ ആകുമ്പോഴത്തേക്കും d/2 റേഡിയസിലാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ അത് വൈമാക്സ് ആയിട്ട് എടുക്കുക. ഓക്കെ, I = π/64 d⁻⁴. അത് വലിയ സർക്കിളിൻ്റെയും അതിൽ നിന്ന് π/64 d⁻⁴ ചെറിയ സർക്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ I കിട്ടും, അതിനെ വൈമാക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇസഡും കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ട്രാൻസ്ഫർ ഫോമുലേനെ നമ്മൾ പാരലൽ ആക്സിസ് തിയറം എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പം പറഞ്ഞ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻസ് അല്ലെങ്കിൽ ഫോമുലാസ് എന്ന് പറയുന്നത് ഫോർ ദി സെൻട്രോയിഡൽ ആക്സിസ് ആണ്. ഓക്കെ, സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനുള്ള ഫോമുലാസ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് പാരലായിട്ട് മറ്റൊരു ആക്സിസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ ഷിഫ്റ്റ് ചെയ്ത് പുതിയൊരു ആക്സിസിലേക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ട്രാൻസ്ഫർ ഫോമുല. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയുള്ള ഫോമുല. എന്തിനെ ട്രാൻസ്ഫർ ചെയ്യാനാണ്? മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നീഡ്സ് ടു ബി ട്രാൻസ്ഫേർഡ് ഫ്രം ദി സെൻട്രോയിഡൽ ആക്സിസ് ടു ദി പർട്ടിക്കുലർ ആക്സിസ്. മറ്റൊരു ആക്സിസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉള്ള ഫോമുലയാണ് Ix = IC + A × d². ഓക്കെ, എ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്രോസ് സെക്ഷൻ്റെ ഏരിയ, IC എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രോയിഡൽ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടുള്ള മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, D എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്രോസ് സെക്ഷൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് മുതൽ നമുക്ക് വേണ്ട ഏതാണ് പർട്ടിക്കുലർ ആക്സിസ്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ എക്സ് ആക്സിസ്, ആ ആക്സിസിലേക്കാണ് നമുക്ക് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം സെൻട്രോയിഡൽ ആക്സിസ് മുതൽ എക്സ് ആക്സിസ് വരെയുള്ള നമ്മുടെ പർട്ടിക്കുലർ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ്, അതാണ് D എന്ന് പറയുന്നത്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം പാരലൽ ആക്സിസ് XX ആൻഡ് CC. ഓക്കെ, അപ്പം ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി മൊമെൻ്റ് ഓഫ് ഇനർഷ്യയുടെ വാല്യൂ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് ട്രാൻസ്ഫർ ഫോമുല അല്ലെങ്കിൽ പാരലൽ ആക്സിസ് തിയറം യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഇത് അറിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെയും ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷൻസ് ഉണ്ട്. T സെക്ഷൻ, ഓക്കെ, ഇവിടെ എന്താണ് I സെക്ഷൻ. I സെക്ഷനിലാണെങ്കിൽ ഈ മുകളിലത്തെ പോർഷനെ ടോപ്പ് ഫ്ലാഞ്ച്, താഴത്തെ പോർഷന് ബോട്ടം ഫ്ലാഞ്ച്, ഇവിടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഈ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഇതിനെ വെബ്, WEB വെബ് എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് ഫ്ലാഞ്ച് ഉണ്ട്, ബോട്ടം ഫ്ലാഞ്ച് ഉണ്ട്, പിന്നെ വെബ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എൻറ്റയർ I സെക്ഷൻ എന്ന് പറയുന്നത് 3 റെക്റ്റാങ്കിളുകൾ ചേർന്നിട്ടാണ് ഈ ക്രോസ് സെക്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. ഫസ്റ്റ് റെക്റ്റാങ്കിൾ, സെക്കൻഡ് റെക്റ്റാങ്കിൾ, ഇവിടെ ബോട്ടം ഫ്ലാഞ്ച് വന്നിട്ട് തേർഡ് റെക്റ്റാങ്കിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ബീമിൽ നമുക്ക് ബെൻഡിങ് ഫോമുല അല്ലെങ്കിൽ ബെൻഡിങ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു I സെക്ഷൻ്റെയാണ് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ I സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള മെത്തേഡ് എന്താണെന്നാണ് നമുക്കറിയേണ്ടത്. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് തൊട്ട് മുമ്പ് പറഞ്ഞ ട്രാൻസ്ഫർ ഫോമുല അല്ലെങ്കിൽ പാരലൽ ആക്സിസ് തിയറം. ഓക്കെ, അപ്പോൾ ഇതൊരു ടിപ്പിക്കൽ I സെക്ഷൻ. അപ്പോൾ I സെക്ഷന് മുകളിലൊരു റെക്റ്റാങ്കിൾ ഉണ്ട്, ടോപ്പ് ഫ്ലാഞ്ച്, താഴെ ഒരു റെക്റ്റാങ്കിൾ വരുന്നുണ്ട്, ബോട്ടം ഫ്ലാഞ്ച്, പിന്നെ ഈ 2 റെക്റ്റാങ്കിൾസിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഇവിടെ ഒരു പോർഷൻ വരുന്നുണ്ട്. ഇത് വന്നിട്ട് അവിടുത്തെ വെബിൻ്റെ പോർഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഈ എൻറ്റയർ I സെക്ഷൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ഫസ്റ്റ് ഇയറിൽ കവർ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. അപ്പം ഇത് ഫസ്റ്റ് ഈ വെബിൻ്റെ പോർഷൻ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് സെക്ഷൻ ആയിട്ട് എടുത്തു. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ I സെക്ഷൻ്റെ സെൻട്രോയിഡിൽ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഫോമുല യൂസ് ചെയ്യാം, B1H1³ ഡിവൈഡഡ് ബൈ 12. ഓക്കെ, B1H1³ / 12 എന്നുള്ള ഡയറക്റ്റ് ഫോമുല യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ബോട്ടം പോർഷൻ്റെ കേസ് എടുക്കുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? ഇവിടെ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, ഈ ചെറിയ താഴത്തെ റെക്റ്റാങ്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ വേണം അല്ലേ. താഴത്തെ റെക്റ്റാങ്കിളിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യയ്ക്ക് വേണ്ടി B3
H3 ക്യൂബ് അല്ലേ. B3 എന്ന് പറയുന്നത് ഇവിടുത്തെ ലെങ്ത്, H3 എന്ന് പറയുന്ന ഈ ഹൈറ്റ്. അപ്പോൾ B3H3 ക്യൂബ് ദ ഹോൾ ഡിവൈഡഡ് ബൈ 12 അല്ലേ. അപ്പം ആ കിട്ടിയ വാല്യൂ എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഫോർ ദി ബോട്ടം ഫ്ലാഞ്ച് എബൌട്ട് ഇറ്റ്സ് സെൻട്രോയിഡൽ ആക്സിസ്, അതിൻ്റെ സെൻട്രോയിഡൽ ആക്സിസിന് വിത്ത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ളതാണ് അല്ലേ. അപ്പം ഈ സെൻട്രോയിഡൽ ആക്സിസിൽ നിന്ന് ഞാൻ ഈ എൻറ്റയർ ഐ സെക്ഷൻ്റെ സെൻട്രോയിഡൽ ആക്സിസ് സിയിലേക്ക് ഇതിനെ എന്ത് ചെയ്ത് കൊടുക്കണം, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം അല്ലേ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ഫോമുല, അതിൻ്റെ ഈ പറഞ്ഞ രീതിയിൽ ട്രാൻസ്ഫർ ഫോമുല ഉണ്ട്. ഓക്കെ, അപ്പോൾ B2H2 ക്യൂബ് ബൈ 12 പ്ലസ് ഈ ഏരിയയുടെ അല്ലേ സെക്ഷൻ, ഈ സെക്ഷൻ്റെയാണ് നമുക്ക് മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ അവിടുത്തെ ഏരിയ A2, പിന്നെ ഈ A2 എന്ന് പറയുന്ന സെക്ഷൻ അതിൻ്റെ സെൻട്രോയിഡ് മുതൽ നമ്മുടെ എൻറ്റയർ ഐ സെക്ഷൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ദൂരം അല്ലേ, ഈ ഒരു ഗ്യാപ്പ്. ഓക്കെ, അതെന്ന് പറയുന്നത് എത്രയാണ്, D2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ A2 D2 സ്ക്വയർ എന്നാണ് വരുന്നത്, ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. ഇവിടെ A2 D2 സ്ക്വയർ എന്ന് കൊടുക്കുക. ഇപ്പോൾ ഇതിപ്പം ഓൾമോസ്റ്റ് സെയിം സ്കെയിലിൽ കൊടുത്തിരിക്കുന്ന പോലെയാണ് ഫിഗർ വരച്ചിരിക്കുന്നത്, സിമെട്രി ഉള്ളത് പോലെയാണ്. അതുകൊണ്ടാണ് ഇവിടെ D1 എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. A2 D2 സ്ക്വയർ ആണ്. അതായത് C3യിൽ നിന്ന് C1ലേക്കാണ് അല്ലെങ്കിൽ സിയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ അത് തമ്മിലുള്ള സ്പേസിംഗ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, അതേ കണക്ക് തന്നെ ടോപ്പ് ഫ്ലാഞ്ചിൽ നിന്ന് ഇവിടുത്തെ ന്യൂട്രൽ ആക്സിസിലേക്ക് അല്ലെങ്കിൽ സെൻട്രോയിഡൽ ആക്സിസിലേക്ക്, ഐ സെക്ഷൻ്റെ സെൻട്രോയിഡൽ ആക്സിസിലേക്ക് മൊമെൻ്റ് ഓഫ് ഇനർഷ്യനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഫസ്റ്റ് എലമെൻറ്റിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, ബോട്ടം ഫ്ലാഞ്ചിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, ടോപ്പ് ഫ്ലാഞ്ചിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് വാല്യൂസും കൂടെ ചേരുമ്പോഴത്തേക്കാണ് നമുക്ക് IX എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞ ബെൻഡിങ് ഫോമുല തന്നെയാണ്, ഒന്നുകൂടെ ഓർക്കുക. M/I = σ/y = E/R. ടേംസ് ഓരോന്നും മനസ്സിലാക്കിയിരിക്കുന്നു. ഇതൊരു പർട്ടിക്കുലർ പ്രോബ്ലം ആണ്, സിമ്പിൾ ഒരു പ്രോബ്ലം. ഓക്കെ, ഈ കാൻറ്റിലിവർ ഓഫ് ലെങ്ത് 2 meter fails when a load of 2 kilonewton is applied at the free end. If the section of the beam is 40 millimeter by 60 millimeter, find the stress at the failure. ഓക്കെ, അപ്പോൾ ഇവിടെ കാൻറ്റിലിവർ ബീമാണ്. ആ ബീമിൻ്റെ മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് 2 meters ആണ്. ഓക്കെ, ഒരു കാൻറ്റിലിവർ ബീം ആകുമ്പോൾ ഒരു എൻഡ് ഫിക്സ് ചെയ്തിരിക്കും, മറ്റേ എൻഡ് ഫ്രീ ആയിരിക്കും അല്ലേ. ബീമിൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത് 2 meter. അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് 40/60 millimeter. 40 millimeter by 60 millimeter എന്ന് പറയുമ്പോൾ 40 millimeter വിഡ്ത്തും 60 millimeter ഡെപ്തും ഉള്ള ഒരു റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷനാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ എന്താണ് ഫ്രണ്ട് വ്യൂവും ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂവും ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫ്രീ എൻഡിലായിട്ട്, ഫ്രീ എൻഡ് എന്ന് പറയുന്നത് ഇവിടെയാണ്, സപ്പോർട്ടൊന്നും ഇല്ലാത്ത ഫ്രീ എൻഡിലായിട്ട് നമ്മൾ എത്ര ലോഡാണ് കൊടുക്കുന്നത്, 2 kilonewton ലോഡാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കണ്ടീഷനിൽ ഇത് ഫെയിൽ ആവുമെന്നാണ് അവർ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ഫെയിൽ ആവുമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവിടെ എത്രത്തോളം സ്ട്രെസ്, എത്രത്തോളമാണ് സിഗ്മയുടെ വാല്യൂ എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കാൻറ്റിലിവർ ബീം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഇത് വന്നിട്ട് ന്യൂട്രൽ ആക്സിസ്, അവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് 0 ആയിരിക്കും. ഏറ്റവും മുകളിലത്തെ ഫൈബറിൽ ടെൻഷൻ ആയിരിക്കും അല്ലേ, കാരണം കാൻറ്റിലിവർ നമ്മളിവിടെ നിന്ന് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് നേരെ താഴത്തേക്കാണ്, ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യാൻ പോകുന്നത് അല്ലേ, നേരെ താഴത്തേക്ക് ആയിരിക്കും ബെൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ താഴത്തേക്ക് ബെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തേക്കായിരിക്കും ബെൻഡ് ചെയ്ത് വരുന്നത്. ഓക്കെ, ഈ പോയിന്റിൽ നിന്ന് ഇതിങ്ങനെ ബെൻഡ് ചെയ്ത് വരും. ഓക്കെ, ഈ ലോഡിൻ്റെ ഇൻഫ്ലുവൻസ്. അപ്പോൾ മുകളിലത്തെ ഫൈബറിൽ ടെൻഷനും താഴത്തെ ഫൈബേഴ്സ് എന്തായിരിക്കും, ലെങ്ത് കുറഞ്ഞിരിക്കുകയാണ്, അത് കംപ്രഷനിലുമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ചെറിയൊരു സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ന്യൂട്രൽ ആക്സിസിൽ വന്നിട്ട് 0 ബെൻഡിങ് സ്ട്രെസ്, ടോപ്പ് മോസ്റ്റ് ഫൈബറിൽ വന്നിട്ട് ടെൻസൈൽ സ്ട്രെസ് മാക്സിമം, ബോട്ടം ഫൈബറിൽ വന്നിട്ട് കംപ്രസീവ് സ്ട്രെസ് മാക്സിമം. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് σ/y = M/I = E/R. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഫൈൻഡ് ദി സ്ട്രെസ് അറ്റ് ഫെയിലിയർ, സിഗ്മയുടെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ സിഗ്മ കിട്ടുന്നുണ്ടെങ്കിൽ My/I അല്ലേ. ഓക്കെ, My/I ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറാണ്. ഓക്കെ, M = σmax × I/Y max, കാരണം നമുക്ക് മാക്സിമം സ്ട്രെസ് ആണ് വേണ്ടത്. അപ്പം നമ്മൾ മാക്സിമം സ്ട്രെസ് എപ്പോഴും എവിടെയാണ് വരുന്നത്, ഈ ഔട്ടർ ഫൈബറിലാണ് മാക്സിമം സ്ട്രെസ് വരുന്നത്. ഓക്കെ, അത് ടെൻസൈലായാലും കംപ്രസീവ് ആയാലും ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഏറ്റവും ദൂരത്ത് നിൽക്കുന്ന ഫൈബറിലാണ് മാക്സിമം സ്ട്രെസ് വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ Ymax കൊടുത്തത്. ഓക്കെ, അപ്പം ബെൻഡിങ് മൊമെൻറ്റ് നമ്മൾ ആ ഇക്വേഷനിൽ നിന്ന്, ഈ ഇക്വേഷനിൽ നിന്ന് റീഅറേഞ്ച് ചെയ്ത് ബെൻഡിങ് മൊമെൻറ്റ് എഴുതുമ്പോൾ M = σmax × I/Y max എന്ന് വരും.
ഐ ബൈ വൈ എന്ന് പറയുന്നത് എന്താണ്? ഐ ബൈ വൈ മാക്സ് എന്ന് പറയുന്നത്, മാക്സിമം വാല്യൂ ഓഫ് ഐ എന്ന് പറയുന്നത്, ഐ ബൈ മാക്സിമം വാല്യൂ ഓഫ് ഐ എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷൻ മോഡുലസ്. ഓക്കെ, അപ്പം റെക്ടാങ്കുലർ സെക്ഷൻ്റെ സെക്ഷൻ മോഡുലസ്, റെക്ടാങ്കുലർ സെക്ഷൻ്റെ ഐ എന്ന് പറയുന്നത് ബി ഡി ക്യൂബ് ബൈ 12 ഡിവൈഡഡ് ബൈ ഒരു ഡി ബൈ 2 കൂടെ വരും. ഓക്കെ, അത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോഴത്തേക്കും ഇസഡ് ഈക്വൽ ടു ബി ഡി സ്ക്വയർ ബൈ 6 എന്ന് വരും. റെക്ടാങ്കുലർ സെക്ഷൻ്റെ സെക്ഷൻ മോഡുലസ് ആണ്. ഓക്കെ, ഇനി എം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എം എന്ന് പറയുന്നത് ഡബ്ല്യു ഇൻറ്റു എൽ ആണ്. ഓക്കെ, ആ ഡബ്ല്യു ഇൻറ്റു എൽ എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ലോഡ് എന്ന് പറയുന്നത് ഡബ്ല്യു ആണ്, 2 kN. ഓക്കെ, അപ്പം ഈ കാൻറ്റിലിവർ ബീമിൻ്റെ കേസിലാകുമ്പോഴത്തേക്കും തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച പോർഷനിൽ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കാൻറ്റിലിവറിൻ്റെ പ്രോബ്ലംസ് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ കാൻറ്റിലിവറിൻ്റെ പ്രോബ്ലംസിൽ ഇവിടുത്തെ ഫ്രീ എൻഡിൽ വന്നിട്ട് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ 0യും ഇവിടുത്തെ ഈ ഫിക്സഡ് എൻഡിൽ വന്നിട്ട് ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ മാക്സിമം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മാക്സിമം സ്ട്രെസ്സാണ് വേണ്ടത്. അതുകൊണ്ട് എമ്മിൻ്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കണം? മാക്സിമം മൊമെൻറ്റ് വേണം കൊടുക്കാൻ. അപ്പം ഈ എൻറ്റയർ ബീമിൽ ഏറ്റവും കൂടുതൽ മൊമെൻറ്റ് വരുന്ന ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഫിക്സഡ് എൻഡാണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ മൊമെൻറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇവിടുത്തെ ലോഡിങ് ആക്സിസ് മുതൽ നമ്മുടെ സെക്ഷൻ ഫിക്സഡ് സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 × 2 അല്ലേ, 2 × 2 ചെയ്യുമ്പോഴത്തേക്കും 4 വരും. ഓക്കെ, 2 × 2 ഡബ്ല്യു എന്ന് പറയുന്നത് ന്യൂട്ടൺസിലേക്ക് മാറ്റുമ്പോൾ 2000 ആവും. എൽ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് മില്ലിമീറ്റേഴ്സിലേക്ക് മാറ്റുമ്പോൾ 2 × 10⁻³ എന്ന് വരും. ഓക്കെ, 2 × 2 യൂണിറ്റ് കൺവേർഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. 2000 × 2 × 10⁻³ എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഡബ്ല്യു × 10⁵ ന്യൂട്ടൺ മില്ലിമീറ്റർ. 10⁵ അല്ല, 10⁶ ന്യൂട്ടൺ മില്ലിമീറ്റേഴ്സ്. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ മാക്സ് എന്ന് പറയുന്നത് എമ്മും ഉണ്ട് ഇസഡും ഉണ്ട് അല്ലേ. അപ്പോൾ സിഗ്മ മാക്സ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? എം ബൈ ഇസഡ് ചെയ്താൽ മതി. എം ബൈ ഇസഡ് ചെയ്യുമ്പോൾ മാക്സിമം വാല്യൂ സ്ട്രെസ് എന്ന് പറയുന്നത് 166.67 Nm/mm². ഓക്കെ, അപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ട് ഈ ജസ്റ്റ് ബെൻഡിങ് ഇക്വേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്ന തരത്തിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് നേരത്തെയൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്, റെഫറൻസിന് വേണ്ടിയാണ്. അപ്പോൾ ഈ തരത്തിലൊക്കെയാണ് ഈ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇവിടെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്നത് തൊട്ട് മുമ്പത്തെ ടോപ്പിക്കാണ്. ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂ 0 ആവുന്ന ബീമിനുള്ളിൽ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ, ഓക്കെ, ബീമിൻ്റെ ലെങ്ത്തിനുള്ളിൽ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ ഏതൊക്കെ സെക്ഷൻസിലാണോ 0 ആവുന്നത് അവിടെയാണ് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു സെക്ഷനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ സൈന് ചേഞ്ചസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ബെൻഡിങ് മൊമെൻറ്റിൻ്റെ സൈൻ ഒന്നുകിൽ 0 ആവുന്നത് അല്ലെങ്കിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ആ പൊസിഷനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ചർ എന്ന് വിളിക്കുന്നത്. ബാക്കിയുള്ള പോർഷൻസ് എല്ലാം നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.